أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال لن أرسله معكم حتى تؤتوني موثقا من الله لتأتونني به إلا أن يحاط بكم. فلما أتوه موثقهم قال الله على ما نقول وكيل. وقال يا بني لا تدخلوا من باب واحد وادخلوا من أبواب متفرقة وما أغني عنكم من الله من شيء إن الحكم إلا لله عليه توكلت وعليه فليتوكل المتوكلون. ولما دخلوا من حيث أمرهم أبوهم ما كان يغني عنهم من الله من شيء إلا حاجة في نفس يعقوب قضاها وإنه لذو علم لما علمناه ولكن أكثر الناس لا يعلمون. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ആയത്തുകൾ സൂറത്ത് യൂസുഫിലെ 66 മുതൽ 68 വരെയുള്ള ആയത്തുകൾ. ഇതിൽ തുടക്കത്തില് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ മറുപടി, അതായത് ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹോദരനെ, രണ്ടാമത്തെ സഹോദരനെയും കൊണ്ട് പോകണം, ഈജിപ്തിലേക്ക് പോകണം, ഈജിപ്തിൽ പോയിട്ട് രാജാവിന്റെ അടുത്ത് നിന്ന് ഭക്ഷണം കിട്ടണം, നമ്മുടെ കുടുംബത്തിന് വേണ്ട ഭക്ഷണം അധികം കിട്ടണം എന്ന അവരുടെ വാശിക്ക് മുന്നിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം എന്താണ് അവരോട് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് ഈ ആ ആയത്തിന്റെ ഒക്കെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയല്ല എന്നാൽ അത്യാവശ്യം വലിയ ഒരു കാര്യം പറയാനുള്ളത്. ഈ ആയത്തുകൾ, പ്രത്യേകിച്ച് 67-ാമത്തെ ആയത്ത് ഞാൻ ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ ടൈറ്റിലായിട്ട് കൊടുത്ത അതാണ്: മക്കളെ, നിങ്ങൾ ഒറ്റ വാതിലിലൂടെ പ്രവേശിക്കരുത്, വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കുക, പട്ടണത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഈ ആയത്തിനെ കുറിച്ച് ഖുർആനിൽ കണ്ണേർ ഫലിക്കും എന്ന് പറയുന്ന ഒരായത്തായിട്ട് പല ആളുകളും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതായത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇവരോട് ഒറ്റ വാതിലൂടെ കടക്കരുത്, നിങ്ങൾ വ്യത്യസ്ത വാതിലൂടെ കടക്കണം എന്ന് പറഞ്ഞതിനെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം വിശ്വസിച്ചു. ഒറ്റ വാതിലൂടെ കടന്നാൽ ഈ കുട്ടികൾക്ക്, അദ്ദേഹത്തിന്റെ ഈ മക്കൾക്ക് മേൽ മറ്റുള്ളവരുടെ കണ്ണേറ് പതിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഒറ്റ വാതിലൂടെ കടക്കരുത്, നിങ്ങൾ വ്യത്യസ്ത വാതിലൂടെ കടക്കണം എന്ന് പറഞ്ഞതായിട്ട് പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷേ ഖുർആൻ അത് വളരെ വ്യക്തമായിട്ട് അങ്ങനെ ഒട്ടും പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ സന്ദർഭവും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയുടെ വാചകവും അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള നിലപാടുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അങ്ങനെ കണ്ണേറ് ഫലിക്കുന്നതിന് ഒരായത്തായിട്ട് ഈ ആയത്തിനെ നമുക്ക് ഒരിക്കലും വ്യാഖ്യാനിക്കുക സാധ്യമല്ല. കണ്ണേറിനെ കുറിച്ച്, സിഹറിനെ കുറിച്ചൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ മുമ്പ് ഒരു ചർച്ച വിശദമായിട്ട് നടന്നിട്ടുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ വല്ലാതെ പോയാൽ നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് ഒരുപാട് പറയാൻ പറ്റില്ല. പക്ഷെ ഒറ്റ വാചകം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട്, കണ്ണേറുമായി ബന്ധപ്പെട്ട് ഈ വാചകത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല എന്നതിനും മൊത്തത്തിൽ കണ്ണേറിന്റെ യാഥാർത്ഥ്യം എന്താണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ ആയത്ത് പഠിക്കുമ്പോൾ, ഈ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാം കേട്ടോ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനം ഉണ്ടല്ലോ, അൽ ഐനു ഹഖ്, കണ്ണ് സത്യമാണ് എന്നൊക്കെ പറയുന്ന വചനമുണ്ട്. അപ്പൊ കണ്ണേറ് ഫലിക്കും എന്നല്ലേ അതിന്റെ അർത്ഥം. ഒരാൾ നമുക്ക് കണ്ണു വെച്ചാല് നമ്മളെ കുറിച്ച് എന്തോ മാഷാ അല്ലാ പറയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ മേത്ത്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമ്പാദ്യത്തിലൊക്കെ അത് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും എന്നതൊരു വലിയ വിഷയമാണ്. ആ വിഷയത്തിന്റെ ചില ഭാഗങ്ങളിലൂടെ നമുക്ക് ഈ ആയത്തുകൾ പറയുമ്പോൾ കടന്നു പോകാം. പക്ഷെ അത് ഒരിക്കലും സമ്പൂർണമായിട്ടുള്ള ഒരു വിശദീകരണമല്ല, മറിച്ച് ഈ ആയത്തുമായി ബന്ധപ്പെട്ട വിശദീകരണവുമായി ബന്ധപ്പെട്ട് മാത്രം പറയാണ്. പ്രത്യേകിച്ച് നേരെ മറിച്ചാണ് പല പണ്ഡിതനും, ഇപ്പൊ ഇബ്രാഹിം അൻ-നഖീനെ പോലെയുള്ള മുഫസ്സിറുകളൊക്കെ തന്നെ അത് ഈ
അങ്ങനത്തെ ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അങ്ങനെ ഒരു കണ്ണേറിനെ കുറിച്ച് പറയുന്ന ഭാഗമല്ല, മറിച്ച് ഇതൊരു സാധാരണഗതിയിലുള്ള ഒരു അന്നത്തെ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട്, അന്നത്തെ സാമൂഹിക സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാം നടത്തിയ ഒരു പരാമർശമാണ് എന്ന് തുടക്കത്തിൽ ഞാൻ ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറയണം. ഓക്കെ, ഇനി നമുക്ക് ഈ ആയത്തിലേക്ക് വരാം. ആയത്തുകളിലേക്ക് പോകുമ്പോൾ ആയത്തുകളുടെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ ഈ കണ്ണേറിനെ കുറിച്ചൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് പറയുകയും ചെയ്യാം. കാല, ഇപ്പൊ നമ്മൾ 66-ാമത്തെ ആയത്തൊന്ന് കേട്ടു നോക്കാം. കാല, അദ്ദേഹം പറഞ്ഞു, ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാം പറയാണ്, ലൻ ഉർസിലഹു മഅക്കും, ഞാൻ ബിന്യാമീനെ, അതായത് യൂസുഫിന്റെ സഹോദരനെ, നിങ്ങളുടെ ഏറ്റവും ഇളയ സഹോദരനെ ഞാൻ നിങ്ങളുടെ ഒപ്പം അയക്കുകയില്ല. ലൻ ഉർസിലഹു മഅക്കും, ഞാൻ അവനെ നിങ്ങളോടൊപ്പം ഒരിക്കലും അയക്കുകയില്ല. ലൻ ഉർസില എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. ഐ വിൽ നെവർ സെൻഡ് ഹിം അലോങ് വിത്ത് യു എന്നർത്ഥം. ഹത്താ തുഅ്തൂനി, നിങ്ങൾ കൊണ്ടുവരുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്നത് വരെ, മൗസിഖം മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ശക്തമായിട്ടുള്ള, ബലിഷ്ഠമായിട്ടുള്ള ഒരു കരാറ് നിങ്ങൾ എനിക്ക് നൽകണം. എന്ന് പറഞ്ഞാൽ മിനല്ല എന്ന് പറയുന്നത് ശരിക്ക് ആ മിൻ എന്നതിനെ കുറിച്ച് പറയുന്നത് മിനൽ ഇബ്തിദ എന്നാണ്. അതായത് ഒറിജിനേറ്റിംഗ് ഫ്രം അള്ളാഹ്, അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടുള്ള ഒരു കരാറ്. കാരണം അവർക്ക് അള്ളാഹുവിൽ നിന്ന് ഒരു കരാറ് എഴുതി കൊണ്ടുവരാൻ പറ്റൂലല്ലോ. അതല്ല അതിന്റെ ശരിക്കർത്ഥം, ഡയറക്റ്റ് അർത്ഥം അങ്ങനെയല്ല. ഹത്താ തുഅ്തൂനി മൗസിഖം മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മുൻനിർത്തി, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ടുള്ള ഒരു കരാറ് എന്ന് പറഞ്ഞാൽ അത്രയും ബലിഷ്ഠമായിട്ടുള്ള, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരാറ് നിങ്ങൾ എനിക്ക് കൊണ്ടുവരണം. എന്താണ് ആ കരാറ്? ലതഅ്തുന്നനി ബിഹി, ഈ സഹോദരനെ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം എൻ്റെ അടുത്തേക്ക്. ലതഅ്തുന്നനി, നിങ്ങൾ ഉറപ്പായിട്ടും, ആ ലാമ് തഅക്കീദിന്റെയാണ്, ആ നൂന് തഅക്കീദിന്റെയാണ്. ലതഅ്തുന്നനി, നിങ്ങൾ ഫോർ ഷുവർ, വെരിലി, certainly you have to bring him back. ബിഹി, അവനെ. ഇല്ലാ അൻ യുഹാത ബിക്കും, except you get surrounded, നിങ്ങൾ മുഴുവൻ ഒരു അപകടത്തിൽ പെട്ടു, നിങ്ങൾ എല്ലാവരും നശിച്ചു പോകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഉപദ്രവിക്കപ്പെടുന്ന ഒരു ഘട്ടം ഒഴിച്ചു നിർത്തിയാൽ, അങ്ങനെയല്ലാതെ മറ്റൊരു ഘട്ടത്തിലും ബിന്യാമിനെ മാത്രം, ഈ സഹോദരനെ മാത്രം ചെന്നായ പിടിച്ചു, അങ്ങനെയാണല്ലോ അല്ലെ? അടുത്തൊരു സ്റ്റോറി, രണ്ടാമതൊരു വൂൾഫ് സ്റ്റോറി ആയിട്ട് നിങ്ങൾ വരരുത് എന്നാണ് ആ പറഞ്ഞതിന്റെ ചുരുക്കം. നിങ്ങൾക്ക് മൊത്തം ബാധിക്കുന്ന ഒരു വിപത്ത്, ആ വിപത്ത് അത് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് തടയാൻ പറ്റൂല. അതൊഴിച്ചു നിർത്തിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സഹോദരനെ നിർബന്ധമായും തിരിച്ചു കൊണ്ടുവരണം. ഓക്കെ, ഫലമ്മ അതൗഹു മൗസിഖഹും മിനല്ലാഹ്, അങ്ങനെ അവര് ഫലമ്മ, ഫൈനലി, ആ ലമ്മ എന്നതിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, ലമ്മ എന്തിന്റെ ലമ്മയാണ്? തറാഹിയുടെ ലമ്മയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ വെൻ ഫൈനലി ലമ്മ അതൗഹു, അവർ കൊണ്ടുവന്നപ്പോ, മൗസിഖഹും, അവരുടെ ഈ കരാറ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള, മിനല്ലാഹ്, അള്ളാഹുവിങ്കൽ നിന്നുള്ള കരാറ് അവർ കൊണ്ടുവന്നപ്പോ, ഇവിടെ മിനല്ലാഹ് ഇല്ല, നേരത്തെയാണ് മിനല്ലാഹി എന്നുള്ളത് നേരത്തെ പറഞ്ഞതാണ്. ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, അള്ളാഹു അലാമാ നഖൂലു വക്കീൽ, അള്ളാഹു ആണ് അലാമാ നഖൂലു, നമ്മൾ ഈ പറഞ്ഞ ഈ കരാറിന്റെ കാര്യത്തിൽ വക്കീൽ, നമ്മൾ വക്കാലത്തെ ഏൽപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത്, നമ്മൾ നമ്മുടെ ട്രസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അള്ളാഹുവിങ്കലാണ് എന്ന് പറയാം. അപ്പോ ഇവിടെ വാസ്തവത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം ചെയ്യുന്നത് എന്താ? അതായത് എന്തായാലും ഈ ബ്രദേഴ്സ് ഈ ഏറ്റവും ഇളയ ബ്രദറിനെ കൊണ്ടുപോകും അല്ലെ? അവരതാ പറഞ്ഞത്, ഞങ്ങൾക്ക് എന്തായാലും കൊണ്ടുപോകണം, കൊണ്ടുപോയേ പറ്റൂ. കാരണം നമീറു അഹ്ലന വനഹ്ഫദു അഹാന വനക്തൽ, ഞങ്ങൾക്ക് ഈ ബ്രദറിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് മൊത്തം വേണ്ട സ്വത്ത് ധാരാളമായിട്ട് കിട്ടും. അങ്ങനെ കിട്ടുമെന്നിരിക്കെ ഈ ബ്രദറിനെ കൊണ്ടുപോകാതിരിക്കുന്ന പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ കൊണ്ടുപോകും എന്നായപ്പോ അദ്ദേഹം അവർക്ക് തടവായിട്ട്, അവരുടെ വാതിൽ, അവരുടെ അവർ പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്നതിന്റെ മുന്നിൽ കയറി നിന്നിട്ട് ഈ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയണം, ഓക്കെ, അങ്ങനെ നിങ്ങൾ പോവുകയാണെങ്കിൽ എനിക്ക് എന്ത് വേണം? അന്തിമമായിട്ട്, അൾട്ടിമേറ്റ്ലി എനിക്കൊരു കരാറ് നിങ്ങൾ കൊണ്ടുവരണം, അള്ളാഹുവിനെ മുൻനിർത്തി ഒരു കരാറ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഈ സഹോദരങ്ങൾക്ക് പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ വിശ്വാസം ഉണ്ട്.
അല്ലെ? എന്തായാലും പ്രവാചകന്റെ മക്കളാണല്ലോ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പ്രവാചകനാണ്, പ്രവാചകന്റെ മക്കളാണ്, അവർക്ക് അള്ളാഹുൽ വിശ്വാസമുണ്ട്. ഇനിയിപ്പൊ നിങ്ങൾ ഈ സഹോദരനുമായിട്ട് പോകുമ്പോ നിങ്ങൾ ഒരിക്കലും ഇവന്റെ സഹോദരനോട് ചെയ്ത അതേ കുറ്റകൃത്യം ഇവനോട് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ വരണം, ഈ കരാറ് ഞങ്ങൾ അള്ളാഹുമായിട്ട് ചെയ്ത കരാറാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള നിങ്ങളുടെ അന്തിമമായ വിശ്വാസത്തിന്റെ ആ ബലത്തിൽ ഞാൻ എന്ത് ചെയ്യാം, ഇവനെ പറഞ്ഞേക്കാം. സ്വാഭാവികമായിട്ട് അത്തരം സംഗതികൾ ഉണ്ടാവുമല്ലോ, അത്തരം അതായത് പിന്നെ ഒരാള് എത്ര വലിയ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും, എത്ര ഗുരുതരമായ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിലും ഇത്തരം ഒരു കരാറ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടല്ലോ അല്ലെ, പടച്ചവനെ മുൻനിർത്തി, അള്ളാഹുവിനെ മുൻനിർത്തി, ദൈവത്തെ മുൻനിർത്തി എന്നൊക്കെ ഒരു ഏറ്റവും വലിയൊരു കുറ്റവാളിയോട് പോലും ചിലപ്പോഴൊക്കെ പറയാൻ പറ്റിയ ഒരു വാക്കാണ്. കാരണം വെച്ചാൽ ആ കരാറ്, അത്തരം കരാറ് ലംഘിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ആലോചിക്കും, ഈ കരാറ് എനിക്ക് ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത സംഗതിയാണ്, കാരണം അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് ഞാൻ ഈ കരാറ് ചെയ്യുന്നത്. ബാക്കി എല്ലാ അതുവരെ അവർ ചെയ്ത തെറ്റുകളൊക്കെ അയാൾ മറന്നിട്ട് ഈ ഒരു തെറ്റിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിന് മുമ്പ് അയാൾ ആലോചിക്കും, ഇത് അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്ത കരാർ. അപ്പൊ അവരുടെ പരലോകത്തെ പോലും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഈ കരാറുമായിട്ട് ബന്ധിക്കുകയാണ്. നിങ്ങൾക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ ഈ ലോകത്തും പരലോകത്തും രക്ഷപ്പെടണമെങ്കിൽ, ഈ സഹോദരനെ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കരാർ കൊണ്ടുവരണം. അങ്ങനത്തെ ഒരു കരാർ ഞാനുമായിട്ട് ചെയ്യണം. വാസ്തവത്തില് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമയ്ക്ക് വെറും ഈ ഒരു സഹോദരന്റെ വിഷയത്തിൽ മാത്രമല്ലല്ലോ കൺസേൺ ഉള്ളത്, ഇവരുടെ തന്നെ മൊത്തം ഈ ബ്രദേഴ്സിന്റെ വിഷയത്തിലും അദ്ദേഹത്തിന് കൺസേൺ ഉണ്ട്. കാരണം എന്താ, അദ്ദേഹത്തിന്റെ മക്കളാണ് ഇവര് അല്ലെ. ഒറ്റ യൂസുഫ് എന്ന് പറയുന്ന മകനും ബിന്യാമിൻ എന്ന് പറയുന്ന മകനും മാത്രമല്ല അദ്ദേഹത്തിനുള്ളത്, ബാക്കി 10 മക്കളും അദ്ദേഹത്തിന്റെ തന്നെ മക്കളാണ്. അപ്പൊ അവരുടെയൊക്കെ സുരക്ഷിതത്വം അദ്ദേഹത്തിന്റെ ഒരു കൺസേൺ ആണ്, പ്രധാനപ്പെട്ട കൺസേൺ ആണ്. ആ കൺസേൺ കൂടി അദ്ദേഹം ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. എന്താണ്, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് അങ്ങനത്തെ ഒരു കരാറ് വരുമ്പോ നിങ്ങൾക്ക് നിങ്ങൾ മൊത്തം ഒരു അപകടത്തിൽപ്പെടുന്ന സിറ്റുവേഷൻ ഒഴിച്ചു നിർത്തിയാൽ ഇദ്ദേഹത്തെ മാത്രം, ബിന്യാമിനെ മാത്രം ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങൾ ബലി കൊടുത്തിട്ട് പഴയതുപോലെ പുതിയ ഒരു കഥയുമായിട്ട് നിങ്ങൾ വീണ്ടും വരരുത് എന്ന അർത്ഥത്തിൽ ഒരു റീ അഷുറൻസ്, ആ അഷുറൻസ് ആണ് അദ്ദേഹം വരുന്നത്. അപ്പൊ നിങ്ങൾ ഇനി ഒരു പുതിയ നുണ എന്നോട് പറയുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യണം, അങ്ങനത്തെ ഒരു നുണയുമായിട്ട് ഞങ്ങൾ ഇനി വരില്ല, മറിച്ച് ഞങ്ങൾ ഇനി പൂർണ്ണമായിട്ടും ഈ വിഷയത്തിൽ സത്യസന്ധത പാലിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന ഒരു കരാർ, ഒരു കവനന്റ്. ആ കവനന്റ് ആണ് യാക്കൂബ് നബി അലൈഹി സ്വലാം അവരിൽ നിന്ന് ആവശ്യപ്പെടുക. ഇവിടെ നോക്കൂ, ഇല്ലാ അൻ യുഹാത്തബിക്കും എന്ന് പറയുന്നുണ്ട് അല്ലെ. നിങ്ങൾ ലൻ ഉർസിലഹു മഅക്കും ഹത്താ തുഅ്തൂനി മൗസിഖൻ മിനല്ലാഹ് ലതഅ്തുന്നനി ബിഹി, നിങ്ങൾ അവനെ എനിക്ക് കൊണ്ടുവന്ന് തരും. ഇല്ലാ അൻ യുഹാത്തബിക്കും, യു ഗെറ്റ് സറൗണ്ടഡ്. അതൊരു ആ പ്രയോഗത്തിന് ഒരുപാട് തലങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ ഒരു തലം, കാരണം ഇവർ ആദ്യം പറഞ്ഞത് ഒരു ചെന്നായയുടെ കഥയാണല്ലോ. ചെന്നായകൾ എങ്ങനെയാണ്, വൂൾഫ് എങ്ങനെയാണ് ഇര തേടുക, കൂട്ടമായിട്ടാണ്. വൂൾഫ്സ് ഇര തേടുക കൂട്ടമായിട്ടാണ്. അവർ കൂട്ടമായിട്ട് അവരുടെ ഇരേനെ വളയുക ചെയ്യുക എല്ലാം. ഈവൻ ഒരു സിംഹത്തിന് പോലും ഒരു ചെന്നായ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ലയൺ കിങ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? ലയൺ കിങ് കാർട്ടൂൺ കണ്ടിട്ടുണ്ടോ? അതിലുണ്ട് അത്. ചെന്നായകള് ഹൈംസ് മൊത്തം ഇങ്ങനെ ഒരു സിംഹത്തിനെ വളയണ ഒരു രംഗമുണ്ട് അതിൻ്റെ അകത്ത്. എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് അത് നാഷണൽ ജിയോഗ്രാഫിക് ചാനലൊക്കെ കണ്ടാൽ ചിലപ്പോൾ അപ്പോഴും അതിൽ നിന്നൊക്കെ മനസ്സിലാവും. അതായത് ചെന്നായകൾ അങ്ങനെയാണ് ഇര തേടുക. അപ്പൊ അവരുടെ ഇരേന എങ്ങനെയാണ് കൂട്ടമായിട്ട് വളയും. അപ്പൊ ഒരു സിംഹത്തിന് പോലും അവരുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം സിംഹം ഒരു ചെന്നായനാണ് ടാർഗറ്റ് ചെയ്യുക. പക്ഷെ ഇവർ ഒന്നായിട്ട് അതിനെ വലയം ചെയ്തിട്ട് ആ സിംഹത്തിനെ ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ച് ഇതിനോട് എതിരിടാൻ സാധിക്കാതെ സിംഹം ചത്തു വീഴുകയാണ് ചെയ്യുക. ഇവിടെ വാസ്തവത്തില് ഈ പ്രയോഗം നടത്തുന്നതിലൂടെ ഇല്ലാ അൻ യുഹാത്തബിക്കും, അൺലെസ് യു ഗോട്ട് സറൗണ്ടഡ് എന്ന് പറയുന്നതിലൂടെ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത്, നിങ്ങൾ നേരത്തെ പറഞ്ഞ ഒരു ചെന്നായയുടെ കഥ ഉണ്ടല്ലോ, യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്നായിരുന്നല്ലോ നിങ്ങളുടെ കഥ.
ഈ ബിന്യാമീനെ ചെന്നായ പിടിക്കാൻ വരുമ്പോ ഈ ചെന്നായ മൊത്തം നിങ്ങളെ വലയം ചെയ്ത്, വാസ്തവത്തിൽ ആ കഥ ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്നും കൂടിയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം ഇവിടെ പറയുന്നത്. അത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഇനി വീണ്ടും ഒരു ചെന്നായയുടെ സ്റ്റോറി ആയിട്ട് നിങ്ങൾ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ഈ ബിന്യാമിനെ മാത്രം പിടിച്ചുകൊണ്ടു പോകുന്ന ഒരു ചെന്നായ അല്ല, മറിച്ച് മൊത്തം നിങ്ങളെ മൊത്തം വലയം ചെയ്യുന്ന ഒരു ചെന്നായ കൂട്ടത്തെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏത് സിറ്റുവേഷനിലും നിങ്ങൾ ഇവനെ തിരിച്ചു കൊണ്ടുവരണം. ഇതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, ഇപ്പോ സൂറത്തുൽ കഹഫ് നമ്മൾ ഓതുമ്പോ അവിടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഉഹീത്ത ബി സമരിഹി, അല്ലെ? ആ ഒരു തോട്ടക്കാരുടെ കഥ പറയുന്നിടത്ത് ഉഹീത്ത ബി സമരിഹി, ആ തോട്ടക്കാരൻ, ഒരു വലിയ 2 തോട്ടം കിട്ടിയ ഒരാള് അഹങ്കരിച്ചല്ലോ, എനിക്കിത് എന്റെ ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ, എന്റെ വിവരം കൊണ്ട് കിട്ടിയതാണ്, എനിക്ക് അള്ളാഹു പ്രത്യേകമായി അനുഗ്രഹിച്ചതാണ്. പക്ഷെ അങ്ങനെ അഹങ്കരിച്ച ആളുടെ തോട്ടത്തിന് അവസാനം എന്താ സംഭവിച്ചത്? അതിനെക്കുറിച്ച് പറഞ്ഞെടുത്ത് സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു പറയുന്നത് വഉഹീത ബിസമരിഹി എന്നാണ്. ആ തോട്ടത്തിന്റെ ഫലങ്ങൾ മുഴുവൻ വലയം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു അപകടം വലയം ചെയ്യാന്ന് അതിന്റെ അർത്ഥം. അതും ഇവിടെ അർത്ഥമാണ്. അതായത് നിങ്ങൾ ഒരു വലിയ സംഘമായിട്ടാണ് പോകുന്നത്, നിങ്ങൾക്കെതിരെ ചിലപ്പോൾ വല്ല കൊള്ളക്കാരോ, കാരണം അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപകടം വഴിയിൽ എന്ന് പറയുന്നത് കൊള്ളക്കാരാണ്. വഴിയാത്രക്കാരെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളാണ്. അപ്പോ നിങ്ങൾ മൊത്തം, എനിക്കറിയാം, അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയാണ്, എനിക്കറിയാം നിങ്ങൾ പോകുന്ന വഴി അത് വളരെ ഡേഞ്ചറസ് ആണ്, കൊള്ളക്കാരുണ്ട്, നിങ്ങളാകട്ടെ ഒരുപാട് വസ്തുക്കളുമായിട്ടാണ് പോണത്, ഒരുപാട് ബിലാത്ത് അല്ലെ, നിങ്ങളുടെ വിലയായിട്ട് നിങ്ങൾ പോകുന്നുണ്ട്, തിരിച്ചു വരുമ്പോൾ ഒരുപാട് ധാന്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇപ്പോ പിന്നെ യൂസുഫ്, അല്ലെങ്കിൽ ആ രാജാവിന്റെ മന്ത്രി യൂസുഫ് എന്നുള്ളത് യാക്കൂബ് നബിക്കും അറിയില്ല, ഈ സഹോദരങ്ങൾക്കും അറിയില്ല, മറിച്ച് രാജാവിന്റെ മന്ത്രി നിങ്ങളോട് പ്രത്യേകമായിട്ട് ആനുകൂല്യം കാണിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് നേരത്തെ കൊടുത്ത വസ്തുക്കളൊക്കെ തിരിച്ചു തന്നിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഒരുപാട് പണമുണ്ട്, നിങ്ങൾക്ക് പണം വീണ്ടും ലഭിക്കാനിരിക്കുന്നു എന്നൊക്കെ ചുറ്റുപാടുമുള്ള ആളുകൾക്കൊക്കെ അറിയാം. അങ്ങനെ അറിയാവുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ പണമായിട്ട് തിരിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ ഈ വസ്തുക്കളായിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ സറൗണ്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഇല്ലാ അൻ യുഹാത ബിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. കൊള്ളക്കാര്, വഴി യാത്രക്കാരെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങള്, ക്രിമിനലുകള്, ഒരു പക്ഷെ ഈവൻ ആ രാജ്യത്തിന്റെ അകത്ത് നിങ്ങളെ കുറിച്ച് വിവരമുള്ള ആളുകൾ അടക്കം, ഒരു പക്ഷെ രാജാവിന്റെ ആളുകൾ അടക്കം നിങ്ങളെ എന്ത് ചെയ്തേക്കാം, വലയം ചെയ്തേക്കാം. അതാണ് ഇല്ലാ അൻ യുഹാത ബിക്കും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിച്ചു നിർത്തിയാൽ ഈ ബിന്യാമിനെ മാത്രം ചെന്നായ പിടിക്കുക, ബിന്യാമിനെ മാത്രം കൊള്ളക്കാര് പിടിക്കുക, അവൻ മാത്രം അപകടം പെടുക, എന്നിട്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു വരിക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഈ ബിന്യാമിനെ നഷ്ടപ്പെടുന്നതിനുള്ള ഒരേ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇതായിരിക്കണം, എന്ത്? നിങ്ങൾ മൊത്തം അപകടത്തിൽപ്പെടുക എന്നതായിരിക്കണം. മനസ്സിലായോ? നോബഡി ഈസ് കമ്മിങ് ബാക്ക്, ആരും തിരിച്ചു വരാത്തൊരു സിറ്റുവേഷൻ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏത്, അറ്റ് എനി കോസ്റ്റ് യു നീഡ് ടു ബ്രിങ് ഹിം ബാക്ക്. ആ കരാറ് നിങ്ങൾ ആരെ മുൻനിർത്തി തരണം? അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ എനിക്ക് തരണം എന്നാണ് അതാവശ്യം. ഞാനിങ്ങനെ ഒറ്റയടിക്ക് ഇത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഇടക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. ഞാനിപ്പോ ഇങ്ങനെ പറഞ്ഞു പോവാണ്, ബട്ട് യു ക്യാൻ സ്റ്റോപ്പ് മീ എനി ടൈം. അതല്ലെങ്കിൽ ഇതിന്റെ അവസാനം ചോദിക്കാം. ഓക്കെ, എങ്ങനെയും ചെയ്യാം. അങ്ങനെ വലമ്മ അത്തൗഹു ഫലമ്മ അത്തൗഹു മൗസിഖഹും, അദ്ദേഹത്തിന്റെ അവരുടെ കരാറ്, ഫലമ്മ അത്തൗഹു, ലമ്മ എന്ന് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ലമ്മ തറാഹിനെ കുറിക്കുന്നതാണ്. ലമ്മ തറാഹി എന്ന് പറഞ്ഞാൽ ഫൈനലി, വെൻ ദേ ഫൈനലി കെയിം അപ്പ് വിത്ത് എ കവനന്റ് ഫ്രം അള്ളാഹ്, അള്ളാഹുവിനെ മുൻനിർത്തി അവരൊരു കരാറ് കൊണ്ടുവന്നപ്പോ അദ്ദേഹം പറഞ്ഞു എന്ത്? ഖാല, അദ്ദേഹം പറഞ്ഞു അല്ലാഹു അലാ മാ നഖൂലു വക്കീൽ എന്ന് പറഞ്ഞാൽ ആ കരാർ അവരെങ്ങനെയായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാകുക? യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് കൃത്യമായി പറഞ്ഞു, നിങ്ങൾ വളരെ വ്യക്തമായി സ്ഫുടമായി ഉച്ചരിച്ചു പറയണം, റൈസ് യുവർ ഹാൻഡ്, അല്ലെങ്കിൽ റിപ്പീറ്റ് ദ വേർഡ്സ്, കൃത്യമായി പറയണം. അത്രത്തോളം ശക്തമായ ബലിഷ്ഠമായ ഒരു കരാറിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം അന്തിമമായിട്ട് അവരുടെ മനസാക്ഷിയിൽ ഈ കരാർ അങ്ങനെ എഴുതണം. ഈ കരാറിന് അങ്ങനെ ഒരു ഫലം ഉണ്ടായി. അവസാനം അന്തിമമായിട്ട് നമ്മൾ നോക്കുമ്പോൾ, കഥ പുരോഗമിക്കുമ്പോൾ ബിന്യാമീനെ അവിടെ പിടിച്ചു വെക്കുന്നുണ്ട്, അല്ലെ? യൂസുഫ് അലൈഹി സ്വലാം പിടിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരുമിച്ച് കൂടിയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഈ കരാറിനെ കുറിച്ച് അവരിൽപ്പെട്ട ഒരു ബ്രദർ പറയുന്നുണ്ട്. നമുക്ക് പിന്നീട് ആ ചർച്ചയിലേക്ക് വരാം. പക്ഷെ അപ്പോ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും അത് തന്നെയായിരുന്നു.
അതായത് എന്തെങ്കിലും ഒരു ഉപദ്രവം ബിന്യാമീനെ ചെയ്യാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അറിയില്ല അദ്ദേഹത്തിന് ഈ ബ്രദേഴ്സിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല. അങ്ങനെ വല്ലതും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ കരാറിനെ കുറിച്ച് നിങ്ങൾ അപ്പൊ ഓർക്കണം. അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടാമത് പറയുന്നത് അല്ലാഹു അലാമാ നഖൂലു വക്കീൽ. ഇത് ഈ അല്ലാഹു അലാമാ നഖൂലു വക്കീൽ എന്നുള്ളത് ഇന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് വീണ്ടും ഇത്തരം കരാറുകളൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ആ കരാറിന്റെ അടിയിൽ വെക്കുന്ന ഒരു വാചകമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇവിടെ നിന്നാണ്, ഈ വാചകത്തിൽ നിന്നാണത്. എന്ന് പറഞ്ഞാൽ ഇത്തരം കരാറുകൾ നമ്മൾ മനുഷ്യന്മാർ പരസ്പരം ചെയ്യുന്ന കരാറിന്റെ അന്തിമമായിട്ട് അതിനെ നമ്മൾ ആ അന്തിമമായ ട്രസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് എവിടെയാണ്? അള്ളാഹുവിലാണ്. ഇപ്പൊ ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി ഇസ്ലാമിയും ഇതേ വാചകം പറയുന്നുണ്ട്. എവിടെ? മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ കഥ പറയുന്നിടത്ത് സൂറത്തു ഷുഅറയിൽ, സൂറത്തുൽ ഖസസിലൊക്കെ നമുക്കത് വായിക്കാൻ പറ്റും. അദ്ദേഹം ഷുഐബ് നബിയുടെ മകളെ, ഷുഐബ് നബി ആയിരുന്നോ എന്നൊക്കെ ചർച്ച വേറെയാണ്. എനിവേ, അദ്ദേഹം വിവാഹം ചെയ്ത ആ പെൺകുട്ടിയുടെ പിതാവിനോട് പിതാവ് സ്ത്രീധനമായിട്ട് മഹറായിട്ട് ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലെ സ്ത്രീധനമല്ല, ഇസ്ലാമിലെ യഥാർത്ഥ സ്ത്രീധനം അല്ലെ, അതാരാ കൊടുക്കണ്ട? ആരാ കൊടുക്കണ്ട? പെണ്ണാ കൊടുക്കണ്ട? പെണ്ണാണോ സ്ത്രീധനം കൊടുക്കണ്ട? ഭർത്താവ് കൊടുക്കണം. അതിനെന്താ ഇസ്ലാമിൽ പറയാം? മഹർ അല്ലെ, മഹറാണ് ഡൗറി. എന്താ ഇസ്ലാമിലെ മഹറാണ് ഡൗറി. എന്താണ് മൂസാ നബി കൊടുത്ത മഹർ? ആടിനെ മേയ്ക്കണം അല്ലെ. ഷുഐബ്, അതായത് ഈ പെൺകുട്ടിയുടെ പിതാവ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, എന്ത്? നീ കുറച്ചു കാലം തമാനിയ ഹിജജ് ഔ അഷറ അല്ലെ, 8 വർഷം അല്ലെങ്കിൽ 10 വർഷം ആടിനെ മേയ്ക്കണം. അപ്പൊ മൂസാ നബി എന്ത് പറഞ്ഞു? അയ്യുമൽ അജലൈനി ഖളൈത്, ഞാൻ രണ്ടിലൊരു അവധി പൂർത്തിയാക്കാം. ഒന്നുകിൽ 8 വർഷം അല്ലെങ്കിൽ 10 വർഷം. ഏത് അവധി ഞാൻ പൂർത്തിയാക്കിയാലും അതാണ് എന്റെ മഹർ. എന്നിട്ട് അദ്ദേഹം പറയണു വല്ലാഹു അലാമാ നഖൂലു വക്കീൽ. ഇതേ വാചകം അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. നമ്മൾ ഈ പറഞ്ഞ കരാറിൽ, അതായത് 8 വർഷമോ അല്ലെങ്കിൽ 10 വർഷം, എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ 10 വർഷം ചെയ്യും, അല്ല പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? 8 വർഷം നിങ്ങളുടെ ആടിനെ മേയ്ക്കാം, അതാണ് എന്റെ മഹർ. അപ്പൊ ഏത് അവധി ഞാൻ പൂർത്തിയാക്കിയാലും അത് താങ്കൾ എന്ത് ചെയ്യുന്നു? എനിക്ക് തൃപ്തിപ്പെട്ട് തരണം. എന്നിട്ട് പറഞ്ഞു അല്ലാഹു അലാമാ നഖൂലു വക്കീൽ. നമ്മൾ ഈ പറയുന്ന കാര്യത്തിൽ നമ്മുടെ അന്തിമമായ ട്രസ്റ്റ് ആരുടെ മേലാണ്? അള്ളാഹുവിന്റെ മേലാണ്. അപ്പോ ചില സ്ഥലത്ത് ഇതിനെ വല്ലാഹു വലിയു തൗഫീഖ് എന്ന് പറയും, വല്ലാഹു അലാമാ നഖൂലു വക്കീൽ എന്ന് പറയും. ഏത് അർത്ഥത്തിലും വക്കീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വക്കീൽ എന്ന് പറയാറുണ്ടല്ലോ, നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്ന ഒരാള് അല്ലെ, നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിക്കുന്ന ഒരാള്. അത് തന്നെയാണ് ശരിക്കും ഇവിടെയും. നമ്മുടെ എല്ലാ ട്രസ്റ്റും നമ്മുടെ എല്ലാ വിശ്വാസവും നമ്മൾ ഏൽപ്പിക്കുന്ന ആരെയാണ്? അള്ളാഹുവിനെയാണ് എന്നത് കൃത്യമായിട്ട് ഇവർ പറയാം കേട്ടാ. യാക്കൂബ് നബി അലൈഹി സ്വലാം ഈ മക്കളോട് പറയണം. ഓക്കെ, അപ്പൊ അവരുടെ ഒരു മനസാക്ഷിയെ പിടിച്ച് കുലുക്കുന്നതിന് വേണ്ടി, അത് വളരെ കൃത്യമായിട്ട് അവരെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവസാനം യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് ഇതിലുള്ള ഗ്യാരണ്ടി ആരാണ്? അള്ളാഹുവാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഒരു അവസാനത്തെ ആശ്വാസം എന്നുള്ള നിലക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാം എടുത്ത ഐഡിയ ആണിത്. കാരണം എന്തായാലും ഇവര് ഈ ബ്രദറിനെ കൊണ്ട് പോകും, പക്ഷെ പോകുമ്പോ എന്ത് ചെയ്യണം? പോകുന്നതിന് മുമ്പ് അവർക്ക് ഇത് ഓർമ്മ ഉണ്ടാകണം എന്ന അർത്ഥത്തിലാണ് അള്ളാഹുവിനെ മുൻനിർത്തി അവരോട് കാരണം. ഇനിയാണ് നമ്മൾ പറയുന്ന ആയത്ത്. വഖാല, അദ്ദേഹം പറഞ്ഞു, യാ ബനിയ, എന്റെ പ്രിയപ്പെട്ട മക്കളെ. യാ ബുനയ്യ എന്ന് പറഞ്ഞാല് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോനെ അല്ലെ, അത് കേട്ടല്ലേ? യാ ബുനയ്യ, ലുഖ്മാൻ തന്റെ മകനെ വിളിച്ച് പറയുന്നതായിട്ടൊക്കെ. ഇവിടെ യാ ബനിയ എന്നാണ് വിളിക്കുന്നത്, പ്രിയപ്പെട്ട മക്കളെ. അപ്പോ ഇപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാം എല്ലാവരുടെ സേഫ്റ്റിയെ കുറിച്ച് കൂടി അവരെല്ലാവരും സുരക്ഷിതരായിരിക്കണം എന്ന ഒരു വിശ്വാസം പങ്കുവെക്കാണ്. ആ പങ്കുവെക്കുന്ന കൂട്ടത്തിലാണ് അദ്ദേഹം പറഞ്ഞത് യാ ബനിയ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ. നിങ്ങൾ ഈ സിറ്റിയിലേക്ക് കടക്കുമ്പോൾ, ഈജിപ്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്വത്തുണ്ട് അല്ലെ, വിലയായിട്ട് കൊടുക്കാൻ പറ്റിയ സ്വത്തുക്കളുണ്ട്. പ്ലസ് തിരിച്ച് നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്ന? ഒരുപാട് ധാന്യം കിട്ടും.
ആ ധാന്യവുമായിട്ട് നിങ്ങൾ തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പൊ ഈ സിറ്റിയിലേക്ക് നിങ്ങൾ കടക്കുമ്പോൾ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ, നിങ്ങൾ ഒറ്റ വാതിലിലൂടെ പ്രവേശിക്കരുത്. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? വദ്ഖുലു, നിങ്ങൾ പ്രവേശിക്കണം, മിൻ അബ്വാബിൻ മുതഫർരിഖ, വ്യത്യസ്തങ്ങളായിട്ടുള്ള വാതിലുകൾ. ഫർക്ക് എന്ന് പറഞ്ഞാൽ വ്യത്യാസം, മുത്തഫർരിഖ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വാതിലുകളിലൂടെ പ്രവേശിക്കണം. ഈ പണ്ട് കാലത്തെ സിറ്റി ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? പഴയ പഴയ ഈ ചരിത്ര സീരിയലൊക്കെ കാണുമ്പോൾ, ഹിസ്റ്റോറിക് സീരിയലൊക്കെ കാണുമ്പോൾ കണ്ടിട്ടില്ലേ? ഈ സിറ്റിക്ക് ഒരു ചുറ്റും എന്തുണ്ടാവും? വലിയൊരു വാതിലുണ്ടാവും, ഒരു ജയന്റ് അല്ല, ഒരു കോട്ട ഉണ്ടാവും, ജയന്റ് ഫോർട്ട് ഉണ്ടാവും അല്ലെ? പഴയ കാലത്തെ ഇതൊക്കെ ചിത്രീകരിക്കുന്ന സിനിമകളോ അത്തരം സീരിയലുകളോ ഒക്കെ കാണുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. ഈ സിറ്റിയുടെ ആ കോട്ടയ്ക്ക് പല വാതിലുകൾ ഉണ്ടാവും അല്ലെ? ഒറ്റ വാതിലല്ല ഉണ്ടാവുക, ഒരു പ്രധാനപ്പെട്ട കവാടം ഉണ്ടാവും, കൂട്ടത്തില് വ്യത്യസ്തങ്ങളായിട്ടുള്ള കവാടം. ഈ എല്ലാ കവാടത്തിൽ ആരുണ്ടാവും? പട്ടാളക്കാരുണ്ടാവും. അന്നത്തെ പോലീസിനോ പട്ടാളം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കാവൽക്കാരുണ്ടാവും, കാവൽ ഭടന്മാരുണ്ടാവും, സെക്യൂരിറ്റി ഗാർഡ്സ്. അവര് ഈ വാതിലൂടെ കടക്കുന്ന ഓരോരുത്തരെയും എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ ചെയ്യും, അല്ലെങ്കിൽ അവരെ ഫ്രിസ്ക് ചെയ്യും. അവരുടെ അടുത്ത് എന്തെങ്കിലും ആയുധങ്ങളുണ്ടോ, എന്തിനാണ് അവർ വന്നിരിക്കുന്നത്, അപ്പൊ ഇതൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഈ സിറ്റിയിലേക്ക് കടക്കുമ്പോൾ ഒറ്റ വാതിലൂടെ നിങ്ങൾ കടക്കരുത്. കാരണം നിങ്ങളൊരു വലിയ സംഘമാണ്. നിങ്ങൾ ഈ ഒരു വാചകം ആദ്യം അവർ പോയപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് പറഞ്ഞിരുന്നില്ല അല്ലെ? ആദ്യം പോയപ്പോ അത്തരം ഒരു വിഷയവും പറഞ്ഞിരുന്നില്ല. കാരണം എന്താ? അത്തരം ആ സന്ദർഭത്തിൽ അവരോട് അത് പറയാതിരുന്നതിന്റെ ഉദ്ദേശം, അന്നേരം അവർക്ക് അറിയില്ല ഞങ്ങൾ കൊണ്ടുപോകുന്ന സ്വത്തിന് തിരിച്ചെത്ര കിട്ടും, ഞങ്ങൾ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇതൊന്നും അറിയില്ല. പക്ഷേ ഇപ്പൊ രണ്ടാമത് പോകുന്നത് ആദ്യം പോകുന്നത് പോലെ അല്ല. രണ്ടാമത് പോകുന്നത് ഇപ്പൊ രാജാവ് പ്രത്യേകം ക്ഷണിച്ചിട്ട് ഒരു ബ്രദറിനെയും കൂടെ കൊണ്ടുപോവാണ്. മാത്രമല്ല രാജാവിന്റെ അടുത്ത ആളുകളാണ് ഇവരെന്ന് തെളിയിക്കുന്ന ഒരു സൂചനയും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്താണ്? അവർ വിലയായിട്ട് കൊടുത്ത വസ്തുക്കളൊക്കെ രാജാവ് തിരിച്ചു കൊടുത്തു. രാജാവ് എന്ന് പറഞ്ഞാൽ യൂസുഫ് അലൈഹി സ്വലാം തിരിച്ചു കൊടുത്തു. അവർക്കറിയില്ല ആരാണെന്നുള്ളത്. മന്ത്രി ഈ രാജാവിന്റെ മന്ത്രി തിരിച്ചു കൊടുത്തു. അപ്പോ ഇങ്ങനെ നിങ്ങൾക്ക് പ്രത്യേകമായ അറ്റൻഷൻ, പ്രത്യേകമായ ഒരു ഫെയിം, ഒരു പ്രസിദ്ധി നിങ്ങൾക്ക് കൈവന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ പോകുമ്പോ ഈ ഒറ്റ വാതിലൂടെ കടക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അപകടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ അപകടപ്പെടാനുള്ള സാധ്യതയെ കുറിച്ചാണ് ചില വിശദീകരണത്തിൽ ഇത് കണ്ണേറ് കിട്ടാതിരിക്കാനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞത്. ആ വ്യാഖ്യാനം പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇവരെല്ലാവരും വളരെ ഗുഡ് ലുക്കിംഗ് ആയിരുന്നു, നല്ല ഹാൻസം യൂത്ത് ആണ്, നല്ല തടിമാടന്മാര്, കായികക്ഷമതയുള്ള. അപ്പൊ 10+1 അല്ലെ, 11 പേര് ഇങ്ങനെ തടിമാടന്മാരായിട്ടുള്ള സുന്ദരന്മാരായിട്ടുള്ള യുവാക്കൾ ഇങ്ങനെ പോകുമ്പോ അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ ആളുകൾ കണ്ണുവെക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞത് നിങ്ങൾ ഒറ്റ വാതിലൂടെ കടക്കരുത്, വ്യത്യസ്ത വാതിലൂടെ കടക്കണമെന്ന് പറഞ്ഞത് എന്നാണ് ചില വിശദീകരണങ്ങൾ പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു കണ്ണേറ് കിട്ടുക എന്നതിനേക്കാൾ അപ്പുറം യാക്കൂബ് നബി അലൈഹി സ്വലാം അത് പറഞ്ഞതിന്റെ ഉദ്ദേശം വേറെയാണ് എന്ന് തെളിയിക്കുന്ന വാചക ഘടനയാണ് ഇതിനുള്ളത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കുക. അതായത് ഒന്ന്, പ്രത്യേകിച്ച് ഈ കോണ്ടെക്സ്റ്റ് നോക്കണം. നമ്മൾ ആദ്യം യാക്കൂബ് നബി അലൈഹി സ്വലാം ഇവരോട് ഇത് പറഞ്ഞില്ല അല്ലെ? ഇതേ സിറ്റുവേഷൻ ആദ്യം ഉണ്ടല്ലോ, -1 ആയിരുന്നല്ലേ ഉള്ളൂ, ബിന്യാമിൻ ആദ്യം ഉണ്ടായിരുന്നില്ല എന്നല്ലേ ഉള്ളൂ. മറിച്ച് ഈ 10 പേരും നേരത്തെ പോയിട്ടുണ്ട്. അന്നേരം അവർ നല്ല ഗുഡ് ലുക്കിംഗ് ആയിരുന്നു, അന്നേരവും അവർ നല്ല കായികക്ഷമതയുള്ളവരായിരുന്നു, സ്മാർട്ടായിരുന്നു. പക്ഷെ അപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് വ്യത്യസ്ത വാതിലൂടെ പോകാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ രണ്ടാമത് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. അതായത് ഇവരിപ്പൊ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ. ഈജിപ്തിൽ നിന്ന് പോയിട്ട് രാജാവിന്റെ മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം രണ്ടാമത് ഒരിക്കൽ കൂടി വരികയാണ്. എന്തിനാ വരുന്നത്? കൂടുതൽ വിഭവങ്ങൾ ഇവർക്ക് ലഭിക്കും. കൂടുതൽ വിഭവങ്ങൾ ലഭിക്കാൻ വേണ്ടി ഇവരുടെ കയ്യിൽ കൂടുതൽ അതിന് കൊടുക്കേണ്ട വിലയും കരുതിയിട്ടുണ്ട്. അപ്പോ ഇവർ ഒറ്റയടിക്ക് ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ട് പോവുകയും തിരിച്ചു വരികയും ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ ക്രൈം, ഇവർക്കെതിരെയുള്ള ക്രൈം, അതായത് കൊള്ളക്കാർ, വഴിയാത്രക്കാരെ കൊള്ളയടിക്കുന്ന സംഘങ്ങൾ ഇവരെ പ്രത്യേകം നോട്ട് ചെയ്യുകയും അങ്ങനെ ഇവര് അക്രമത്തിന് ഇരയാകാനുള്ള ഒരു സിറ്റുവേഷൻ അവിടെയുണ്ട്. അതുകൊണ്ട് കൂടിയിട്ടാണ്
യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒറ്റ വാതിലൂടെ അല്ല പോകുന്നത്, വ്യത്യസ്ത വാതിലൂടെ പോകണം. കാരണം അപ്പൊ നിങ്ങൾ അങ്ങനത്തെ കൊള്ളക്കാരുടെയോ അങ്ങനത്തെ ക്രിമിനൽ ഗ്യാങ്ങുകളുടെയോ ശ്രദ്ധയിൽപ്പെടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കാര്യം നിവർത്തിച്ചു പോരാം എന്ന അർത്ഥത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നു. ഒന്ന് അതാണ്. രണ്ടാമത്തത്, ഈവൻ ആ കൊട്ടാരത്തിനകത്തു വരെ നിങ്ങളെ വാച്ച് ചെയ്യുന്ന, നിങ്ങളെ നോട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാകാം. ഒരു പക്ഷേ രാജാവിന്റെ ജോലിക്കാർ തന്നെ നിങ്ങളെ പ്രത്യേകമായി കൊള്ളയടിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടാകാം. അപ്പോഴും ഈ ആദ്യം വന്ന സംഘമാണ് നിങ്ങൾ എന്ന് തെളിയിക്കാതിരിക്കാൻ നിങ്ങൾക്ക് നല്ലത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വാതിലുകളിലൂടെ പോകുന്നതാണ് നല്ലത് എന്നതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം അവർക്ക് കൊടുക്കുന്ന സിറ്റുവേഷൻ. ഇപ്പൊ നോക്കൂ, നമ്മള് ഈ യൂസുഫ് അലൈഹി സ്വലാം തന്നെ ഈ വരുന്ന ആളുകൾക്കൊക്കെ പ്രത്യേകമായിട്ട് സുരക്ഷിതത്വം ഏർപ്പാട് ചെയ്തിരുന്നു, അതല്ലേ? അതുകൊണ്ടാണല്ലോ എല്ലാവരും വരുന്ന ആളുകളുടെ റെക്കോർഡ് പരിശോധിക്കുക, അവർക്ക് വേണ്ട ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അവർക്ക് വേണ്ട താമസ സൗകര്യം, ഇതൊക്കെ നമ്മൾ ആ സന്ദർഭത്തിൽ വിശദീകരിച്ചിരുന്നു. അപ്പോ യൂസുഫ് അലൈഹി സ്വലാമിക്ക് തന്നെ കൃത്യമായ ബോധ്യം ഉണ്ടായിരുന്നു ഈ വരുന്ന ആളുകൾ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അത്തരം സംവിധാനങ്ങൾ വരെ പ്രത്യേകിച്ച് നേരിട്ട് തന്നെ ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന അവസ്ഥ ആർക്കുണ്ടായിട്ടുണ്ട്? ഈ യൂസുഫ് നബി അലൈഹി സ്വലാം അവിടെ അതിനുവേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരു അപകടവും സംഭവിക്കരുത്, നിങ്ങളൊരു ഒറ്റൊരു സംഘമായി തോന്നിച്ച് കടന്നു ചെല്ലുന്നതിലൂടെ ഒരു അപകടത്തിൽ നിങ്ങൾ പെടരുത് എന്ന എല്ലാ മക്കളോടുമുള്ള ഒരു സുരക്ഷിതത്വ ബോധത്തിന്റെ ഭാഗമായിട്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം അവരോട് ഇത് പറഞ്ഞത് എന്നുള്ളതാണ്. നിങ്ങൾ ഇല്ലാ യുഹാത്തബിക്കും എന്ന് പറയുകയും ചെയ്യുന്നുണ്ടല്ലോ, അല്ലെ? ഇതിനു മുമ്പത്തെ ആയത്തിൽ ഇല്ലാ യുഹാത്തബിക്കും, നിങ്ങൾ സറൗണ്ട് ചെയ്യപ്പെട്ടാൽ എന്ന് പറയുന്നത് അതിനെ കൂടി സൂചിപ്പിച്ചിട്ടാണ്. കാരണം മറ്റു കൊള്ളക്കാര്, പിന്നെ ക്രിമിനൽ ഗ്യാങ്ങുകൾ നിങ്ങൾക്കെതിരെ ആക്രമിക്കാനുള്ള സാധ്യത അദ്ദേഹം പരിഗണിച്ചുകൊണ്ടാണ് അത് പറയുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഈ പ്രത്യേകിച്ച് ഇത്രയും വലിയ സ്വത്തുക്കളുമായിട്ട് പോകുമ്പോൾ രാജാവിന്റെ അടുത്ത ആളുകളാണ് ഇവരെന്ന് പിന്നെ മറ്റുള്ളവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യുമ്പോൾ കൊള്ളക്കാരി ഇവരെ പ്രത്യേകമായി ഒരു ഈസി പ്രേ, അല്ലെ, വളരെ പെട്ടെന്ന് തന്നെ ആക്രമിക്കാൻ പറ്റിയ ഒരു സംഘമായിട്ട് അവരെ കരുതാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം നിങ്ങൾ ഒറ്റ വാതിലൂടെ കടക്കരുത് എന്ന് പറഞ്ഞത്. അല്ലാതെ ആരെങ്കിലും കണ്ണു വെക്കുമ്പോഴേക്കും ആരെങ്കിലും ഒരു ഭാഗത്ത് നിന്ന്, അല്ലെ, അതാണല്ലോ ഈ കണ്ണേറ് കിട്ടുക എന്ന് പറഞ്ഞ സംഗതി തന്നെ അതാണല്ലോ. നമ്മളിപ്പോ ഒത്തിരി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് ഒരു സ്ഥലത്ത് ഒരു സദസ്സിൽ പോയി കഴിഞ്ഞാല് നമ്മൾ മാഷാ അല്ലാ അൽഹംദുലില്ലാ തബാറക്കല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള പ്രാർത്ഥന, ആയത്തുൽ കുർസി, മുഅവ്വിദത്തൈനി, ഇതൊക്കെ ഓതിയിട്ട് നമ്മൾ പോകും. പക്ഷെ നമ്മൾ ആ ചെല്ലുന്ന സദസ്സിന്റെ ഏതോ ഒരു കോർണറിൽ ഇരുന്ന ഒരു പാവപ്പെട്ട ഒരു വയസ്സായ സ്ത്രീ മാഷാ അല്ലാ പറയാതെ ഓ ഇവൻ അല്ലെങ്കിൽ ഇവൾ സുന്ദരിയാണല്ലോ, സുന്ദരനാണല്ലോ, അല്ലെങ്കിൽ നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ആ കണ്ണേറ് കിട്ടി നമുക്ക് ശാരീരികമായ ബുദ്ധിമുട്ട്, നമുക്ക് മാനസികമായ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥയ്ക്കാണല്ലോ ഈ കണ്ണേറ് എന്ന് പറയാം. അങ്ങനെ കണ്ണേറ് ഉണ്ടാവാനാണ് സാധ്യതയെങ്കിൽ വളരെ എളുപ്പമല്ലേ കാര്യങ്ങള്, അല്ലെ? നമ്മുടെ നാട്ടില് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഭരണാധികാരി വന്ന എല്ലാവരും കൂടെ അയാൾക്കെതിരാണ് കണ്ണേറ് പ്രയോഗിച്ചാൽ പോരെ? മുസ്ലിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭരണാധികാരികളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഭരണാധികാരിനെ ഒരു സദസ്സിൽ നമ്മളെല്ലാവരും പോയി നിന്നിട്ട് എല്ലാവരും ഇങ്ങനെ തുറച്ചു നോക്കുക, മാഷാ അല്ലാ പറയണ്ട. അപ്പോ നമ്മുടെ കണ്ണേറുകൊണ്ട് ആ ഭരണാധികാരി ഭസ്മമായി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല സംഗതി അതാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഒരാൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും നമുക്ക് സംഭവിക്കാം, അതില്ല. അതേസമയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അൽ ഹൈന് ഹക്കാണ്. ഐൻ എന്ന് പറയുന്നത് കണ്ണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മളൊരു സദസ്സിൽ പോകുമ്പോൾ ചില ആളുകൾക്ക് നമ്മളോട് വിരോധവും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ അത് അവരുടെ കണ്ണുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം അങ്ങനെ ഒരു വിദ്വേഷവും വെറുപ്പും അസൂയൊക്കെ വച്ചിട്ട് നോക്കുന്ന ഒരാൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ആ സംഗതിയിൽ അയാളെ നമ്മൾ സൂക്ഷിക്കണം. എന്തിനു സൂക്ഷിക്കണം? അയാൾ മറ്റു നിലക്കും നമ്മളെ ഉപദ്രവിക്കാനുള്ള സാധ്യത. അസൂയയിൽ തിളച്ചു മറിയുന്ന കണ്ണുകൾ അത് നമുക്ക് പല രൂപത്തിൽ ദോഷം ചെയ്യും. ആ ദോഷത്തെ കുറിച്ചാണ് പറഞ്ഞത്. അല്ലാതെ ഗൈബായ വഴിയിലൂടെ, മറഞ്ഞ ഒരു വഴിയിലൂടെ ഒരാൾ നോക്കുമ്പോഴേക്കും നമ്മൾ ഭസ്മമായി പോകുന്ന, ഒരാൾ നോക്കുമ്പോഴേക്കും നമ്മൾക്ക് തളർച്ച ബാധിക്കുന്ന, നമ്മുടെ സ്വത്തുക്കളൊക്കെ ഇല്ലാതായി പോകുന്ന അങ്ങനത്തെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവുകയില്ല. വിശുദ്ധ ഖുർആന്റെ വളരെ ഖണ്ഡിതമായ പ്രസ്താവനകൾക്ക് അത് എതിരാണ്. കുല്ലൻ യുസീബന ഇല്ലാ മാ കതബല്ലാഹു ലനാ.
അള്ളാഹു നമുക്ക് വിധിച്ചതേ നമുക്ക് വരൂ. ഒരാൾ അപ്പുറത്തിരുന്ന് നോക്കുമ്പോഴേക്കും സംഭവിക്കുന്ന വിപത്തുകൾ, അങ്ങനത്തെ ഒരു സംഗതി ഒരിക്കലും നടക്കില്ല കേട്ടാ. അതുകൂടി ഇതിന്റെ ഒപ്പം മനസ്സിലാക്കാം. അപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒറ്റവാതിലൂടെ കടക്കണം എന്ന് പറഞ്ഞതിന്റെ ഒറ്റവാതിലൂടെ പോകാതെ വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞതിന്റെ ഏറ്റവും സുപ്രധാനമായ ഉദ്ദേശം നിങ്ങൾക്കെതിരിലുള്ള ആ ക്രൈമിനെ തടയാൻ ഇതാണ് ഒരു നല്ല വഴി. എന്നിട്ട് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നതാണ് അതിനേക്കാൾ പ്രധാനം. അതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കണം. എന്നിട്ട് എന്താ അദ്ദേഹം പറയുന്നത്? വദ്ഖുലൂ മിൻ അബ്വാബിൻ മുത്തഫരിഖ വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ വമാ ഉഗ്നി അൻകും, എനിക്ക് സാധിക്കുകയില്ല, മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹുവിന്റെ പ്ലാനിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ ഇൻഡിപെൻഡന്റ് ആക്കുവാൻ. അഗ്നായുഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഒരു കാര്യത്തിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുക, അതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിച്ചെടുക്കുക, അതിന് എനിക്ക് സാധിക്കുകയില്ല. വമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഞാനീ പറയുന്നത് ഒരു ഭൗതികമായ ഒരു നടപടി മാത്രമാണ്. നിങ്ങള് കൊള്ളക്കാരാൽ, ക്രിമിനൽ ഗ്യാങ്ങുകളാൽ, അത്തരം ആളുകളാൽ നിങ്ങൾ ആക്രമിക്കപ്പെടാതിരിക്കാനുള്ള ഒരു വഴി മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അള്ളാഹുവിന് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹു നമ്മളെക്കുറിച്ച് കരുതിയിട്ടുള്ള മറ്റു വല്ല ഖദറുണ്ടെങ്കിൽ ആ ഖദറിനെ തടുക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഇതാണ് യാക്കൂബ് നബി അലൈഹി സ്വലാം പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? കണ്ണേറിനെ കുറിച്ചാണെങ്കിൽ പിന്നെ രണ്ടാമത് ഇങ്ങനെ ഒരു വർത്താനം യാക്കൂബ് നബി അലൈഹി സ്വലാം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം, നാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ മുൻകരുതലുകളും എടുക്കണം, എന്നിട്ട് ബാക്കി അള്ളാഹുവിന് വിട്ടുകൊടുക്കണം. അത് പ്രൊഫൗണ്ട് വിസ്ഡമാണ് ഇസ്ലാമിലെ. ദീനില് നമുക്ക് പലർക്കും മനസ്സിലാക്കുന്നിടത്ത് തെറ്റ് സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. എന്ന് പറഞ്ഞാൽ എന്തിനാണെന്നാ പിന്നെ നിങ്ങള് വ്യത്യസ്ത വാതിലുകളിലൂടെ പ്രവേശിക്കണം എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറഞ്ഞ ഈ വാചകം, ഒമാ ഉഗ്നി അൻകും മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹുവിങ്കൽ നിന്ന്, അവന്റെ പ്ലാനിൽ നിന്ന് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും വരുത്താൻ എനിക്ക് സാധിക്കില്ല എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞാൽ പിന്നെ അങ്ങനെ രണ്ടാമത് പറയുകയാണെങ്കിൽ പിന്നെ ആദ്യം പറഞ്ഞ വാചകത്തിന്റെ പ്രസക്തി എന്താ? അതാണ് ഇസ്ലാമിന്റെ ബാലൻസ്. ഞാൻ ഒന്നുകൂടെ വിശദാക്കി തരാം. അതായത് നമ്മള് ട്രാഫിക് റൂൾ അനുസരിക്കുന്നു, അല്ലെ? ട്രാഫിക് റൂൾ അനുസരിക്കണം. കാർ എടുത്ത് പോകുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം, സ്പീഡ് ലിമിറ്റ് പാലിക്കണം, ഓവർടേക്ക് ചെയ്യുമ്പോൾ റൂള് പാലിക്കണം, ഒക്കെ ചെയ്യണം, അല്ലെ? അത് ചെയ്താലല്ലാണ് നമ്മൾ രക്ഷപ്പെടുള്ളൂ. പക്ഷെ ഇതൊക്കെ ചെയ്താലും ചിലപ്പോ എന്തുണ്ടാവും? ചിലപ്പോ വണ്ടി മറിയും, ലാ ഖദ്ദറല്ല, സംഭവിക്കാലോ. ചിലപ്പോ വേറൊരാൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ഇടിക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. നമ്മൾ ചെയ്യാനുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. അസുഖം വന്നാലും നമ്മൾ ചികിത്സിക്കണം, മരുന്ന് കഴിക്കേണ്ടടുത്ത് മരുന്ന് കഴിക്കണം, അതല്ല മറ്റ് പ്രൊട്ടക്റ്റീവ് മാസ്ക് ധരിക്കേണ്ടടുത്ത് മാസ്ക് ധരിക്കണം, ഇതൊക്കെ ചെയ്യണം. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താലും ചിലപ്പോൾ എന്ത് സംഭവിക്കും? ആ അസുഖം പിടിച്ച് നമ്മൾ മരിച്ചു പോകും, അല്ലെ? ചിലപ്പോ. അപ്പോ ഇത് ഇസ്ലാമിന്റെ ഒരു ബാലൻസ് ആണ്. പടച്ചോൻ നമ്മളോട് കൽപ്പിക്കുന്ന ഒരു ബാലൻസ് ആണ്. ജീവിതത്തിൽ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ടുകൾ നിങ്ങൾ എടുക്കണം. പക്ഷേ റിസൾട്ട് അന്തിമമായിട്ട് ആര് തരും? അള്ളാഹു തരും. ഇതൊരു പ്രൊഫൗണ്ട് വിസ്ഡമാണ്, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആണ് ഇസ്ലാമിലെ. അള്ളാഹുവിൽ വിശ്വസിക്കണം. അള്ളാഹുവിൽ ചിലപ്പോൾ ആളുകൾ ഇതിന്റെ രണ്ട് എക്സ്ട്രീമിലാണ് പലപ്പോഴും. രണ്ട് എക്സ്ട്രീം. ഒരു എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം അള്ളാഹ്ക്ക് വിട്ടുകൊടുക്കും. എനിക്ക് മരുന്ന് കഴിക്കണമെന്നില്ല, എനിക്ക് പിന്നെ ഞാൻ പൂർണ്ണമായിട്ടും അള്ളാഹ് സുഖപ്പെടുത്തിക്കോളും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഞാൻ പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിട്ടുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു അപകടവും വരൂല. പൂർണ്ണമായിട്ടും ആ ഒരു തവക്കുല്. എന്നിട്ട് അവര് ട്രാഫിക് നിയമം പാലിക്കില്ല, അല്ലെങ്കിൽ ഭൗതികമായ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യൂല. എന്നിട്ട് അപകടം സംഭവിച്ചാൽ അപ്പൊ അവർ അള്ളാഹിനെ കുറ്റപ്പെടുത്തും. കാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്, ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ടാണ് പോകുന്നത്, എന്നിട്ട് എനിക്ക് എന്ത് സംഭവിച്ചു? ഒരു എക്സ്ട്രീം അതാണ്. രണ്ടാമത്തെ എക്സ്ട്രീം എന്താ? മറ്റേ എക്സ്ട്രീം എന്ന് പറഞ്ഞാല് ഞാൻ എടുക്കുന്ന പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, പ്രിവെന്റീവ് മെഷേഴ്സ്, ഞാൻ എടുക്കുന്ന എന്നെ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ, അതിന്റെ ഫലമായിട്ടാണ് ഞാൻ രക്ഷപ്പെടുന്നത്
ഞാൻ നന്നായി വണ്ടി ഓടിക്കുന്നു, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു. ഞാൻ നന്നായി ബിസിനസ് ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് വിജയം ഉണ്ടാവുന്നു. അല്ലെ, അങ്ങനെ പറയണ കേട്ടിട്ടല്ലേ? ഞാൻ ഇന്ന റൂളുകൾ ഫോളോ ചെയ്യുന്നു, അതുകൊണ്ട് എനിക്ക് വിജയം ഉണ്ടാവും. പക്ഷെ അതേപോലത്തെ റൂളുകൾ ഫോളോ ചെയ്യുന്ന പല ആളുകൾക്കും പലപ്പോഴും എന്തില്ല, വിജയം ഉണ്ടാവുന്നില്ലല്ലോ. അപ്പോ നമ്മൾ എഫേർട്ട് എടുക്കണം, എന്നിട്ട് ആ എഫേർട്ടിനോട് അള്ളാഹുവിന്റെ റിസൾട്ട് അന്തിമമായി അള്ളാഹുവിൽ നിന്ന് വരണം. ഇതിന് വളരെ മനോഹരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെതായിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ഒരിക്കൽ പ്ലേഗ് ബാധിച്ചു. ഒരു മുസ്ലിം സൈന്യത്തെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് അയച്ചു. ആ ഇറാഖിലേക്ക് അയച്ചപ്പോൾ അവിടെ പ്ലേഗ് ബാധിച്ച ആളുകൾ മരിക്കുന്നു. ഉടനെ അദ്ദേഹം പറഞ്ഞു, പ്ലേഗ് ബാധിച്ച ആളുകൾ അവിടെ വിട്ടേച്ച് ബാക്കി ബാധിക്കാത്ത ആളുകൾ തിരിച്ചു പോരണം എന്ന് പറഞ്ഞു. അപ്പൊ പല ആളുകളും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിമർശിച്ചു. താങ്കൾ എവിടെന്നാ ഓടിപ്പോകുന്നത്? അള്ളാന്റെ ഖദറിന്നാണോ ഓടിപ്പോകുന്നത് എന്ന് ചോദിച്ചു. അതിന് ഉമർ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞത്, മിൻ ഖദറില്ലാ ഇലാ ഖദറില്ലാ, മിൻ ഖദറില്ലാഹി ഇലാ ഖദറില്ലാ. അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന് അള്ളാഹുവിന്റെ വിധിയിലേക്ക്, അള്ളാഹിന്റെ ഒരു വിധിയിൽ നിന്ന് അള്ളാഹുവിന്റെ മറ്റൊരു വിധിയിലേക്ക്, അങ്ങനെയാണ് ഞാൻ ഓടിപ്പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് വാസ്തവത്തിൽ നമുക്ക് എടുക്കാവുന്ന എല്ലാ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സും നമ്മൾ എടുക്കുക, എടുക്കാവുന്ന എല്ലാ സ്റ്റെപ്പുകളും നമ്മൾ എടുക്കുക, നമ്മൾ എഫേർട്ട് എടുക്കുക, അള്ളാഹ് റിസൾട്ട് തരും. അപ്പൊ അള്ളാഹ് എങ്ങനെയാണ് റിസൾട്ട് തരിക? അള്ളാഹു നോക്കും വാട്ട് എഫേർട്സ് യു ആർ മേക്കിംഗ്. നിങ്ങൾ എന്ത് എഫേർട്ട് എടുക്കുന്നു, ആ എഫേർട്ടിനനുസരിച്ച് അള്ളാഹു എന്ത് ചെയ്യും? റിസൾട്ട് തരും. ചിലപ്പോൾ റിസൾട്ട് തരും, ചിലപ്പോൾ നമ്മൾ എത്ര എഫേർട്ട് എടുത്താലും ഒരു റിസൾട്ടും കിട്ടൂല. ഇപ്പൊ ഈ കേസിൽ നോക്കൂ, യാക്കൂബ് നബി അലൈഹിസ്സലാം ഈ പറഞ്ഞതൊക്കെ, ഇവരോട് അള്ളാഹുവിൽ നിന്ന് കരാറ് കൊണ്ടുവരാൻ പറഞ്ഞു, നിങ്ങൾ വ്യത്യസ്ത വാതിലൂടെ കടക്കാൻ പറഞ്ഞു. ഇതൊക്കെ എന്തിനാ പറഞ്ഞത്? ഇവർക്കൊരു അപകടവും വരരുത്, ബിന്യാമീനും എല്ലാവരും സുരക്ഷിതരായിരിക്കണം. പക്ഷെ ഇങ്ങനെയൊക്കെ യാക്കൂബ് നബി പറഞ്ഞിട്ട് സംഭവിച്ചത് എന്താ? അന്തിമമായിട്ട് സംഭവിച്ചത് എന്താ? ബിന്യാമിൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടില്ലേ? താൽക്കാലികമായിട്ടാണെങ്കിലും നഷ്ടപ്പെട്ടു. അള്ളാഹുവിന് അതൊരു ബെസ്റ്റ് പ്ലാൻ ആയിരുന്നു, എന്ത്? ബിന്യാമിനെ തടഞ്ഞു വെക്കുക. കാരണം അത് മുഖേനയാണ് പിന്നീട് അവർ തിരിച്ചെത്തുന്നത്. പക്ഷെ താൽക്കാലികമായിട്ടെങ്കിലും യാക്കൂബ് നബിക്ക് തോന്നിയത് എന്താ? ദാറ്റ് ഈസ് ദ വേഴ്സ്റ്റ് തിങ് ടു ഹാപ്പൻ, ബിക്കോസ് ഐ ഓൾറെഡി ലോസ്റ്റ് വൺ ഓഫ് മൈ ചിൽഡ്രൻ, വൺ ഓഫ് മൈ ബിലവഡ് ചിൽഡ്രൻ. എനിക്ക് നഷ്ടപ്പെട്ടു. ഈ രണ്ടാമത്തെ കുട്ടിയെ നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ട് ഞാൻ ഇത്രയൊക്കെ അവരോട് കരാറ് വാങ്ങി, അവരോട് നിങ്ങൾ എല്ലാ ഒറ്റ വാതിലൂടെ കടക്കരുത്, വ്യത്യസ്ത വാതിലൂടെ കടക്കണം എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. പക്ഷെ അന്തിമമായിട്ട് സംഭവിച്ചെന്താ? പിന്നെയും ബിന്യാമീനെ നഷ്ടപ്പെട്ടു. പക്ഷെ അന്തിമമായിട്ട് വീണ്ടും അത് ഗുണകരമായി വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ശരിക്കും സംഭവിക്കുക. അപ്പൊ പ്രവാചകന്മാർക്ക് പോലും ഇത്തരം മെഷേഴ്സ് എടുത്തിട്ടും ചിലപ്പോൾ ഓപ്പോസിറ്റ് റിസൾട്ട് ഉണ്ടായേക്കാം. നമ്മളെല്ലാ മെഷേഴ്സും എടുത്തു, രോഗം വന്നതിന് ചികിത്സിച്ചു, പിന്നെ കൃത്യമായ മരുന്ന് നടപടിക്രമങ്ങൾ പാലിച്ചു. പക്ഷെ എന്നാലും ചിലപ്പോ വേണ്ടാത്തത് അരുതാത്തത് സംഭവിക്കും. അതൊക്കെ അള്ളാഹുവിന്റെ പ്ലാൻ ആണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതാണ് കേട്ടോ. ഓക്കെ, എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കെന്താ? ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല, ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അന്തിമമായിട്ട് കാര്യങ്ങളുടെ വിധി പറയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്, നമ്മളല്ല. അലൈഹി തവക്കൽത്തു, അവനിലാണ് ഞാൻ എൻ്റെ എല്ലാ ട്രസ്റ്റും പ്ലേസ് ചെയ്യുന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കുന്നത് അവനിലാണ്. അലൈഹി ഫല്യതവക്കലിൽ മുത്തവക്കിലൂൻ, അവനിലാണ് എല്ലാം വരമേൽപ്പിക്കുന്നവർ വരമേൽപ്പിക്കേണ്ടത് അവനിലാണ്. എന്ന് പറഞ്ഞാൽ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, ടൈ യുവർ ക്യാമൽ ആൻഡ് ഡു തവക്കുൽ, അല്ലെ? ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കില്ലേ. കാരണം ഒരാള് നബിയുടെ അടുത്ത് വന്നു എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ഒട്ടകത്തെ കെട്ടാതെ അയാൾ വന്നു. അയാൾ വന്നിറങ്ങി, ആ ഒട്ടകത്തിന്റെ പുറത്ത് ഇറങ്ങിയിട്ട് നേരെ നബിയുടെ അടുത്തേക്ക് വന്നു. അപ്പൊ അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ നിന്റെ ഒട്ടകത്തെ കെട്ടുന്നില്ലേ? അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ തവക്കുലാക്കിയിരിക്കുന്നു. തവക്കുലാക്കിയോ? ഒട്ടകത്തെ തവക്കുലാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, നിന്റെ ഒട്ടകത്തെ കെട്ടിയിടുക, എന്നിട്ട് തവക്കുലാക്കുക. ഒട്ടകത്തെ കെട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് ഓടിപ്പോകാതിരിക്കാനുള്ള മുൻകരുതൽ നീ എടുക്കണം, എന്നിട്ട് തവക്കുൽ ചെയ്യണം. അല്ലാതെ അതിനെ കെട്ടാതെ അഴിച്ചു വിട്ടിട്ട് അതെങ്ങോട്ടും പോകാതിരിക്കാൻ അള്ളാഹിനോട് ദുആ ചെയ്തിട്ട് ഒരു കാര്യമില്ല. ദുആ ചെയ്യണം, തവക്കുൽ വേണം, പക്ഷെ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണം എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ഓക്കെ, അന്തിമമായിട്ട് ദ കമാൻഡ് ഈസ് ഇൻ അള്ളാഹ്. എല്ലാ കമാൻഡുകളും അള്ളാഹുവിൽ നിന്നാണ് വരുന്നത്. എൻ്റെ
ട്രസ്റ്റ് മുഴുവൻ ഞാൻ അള്ളാഹുവിൽ പ്ലേസ് ചെയ്യുന്നു. ഇതാണ്. ഇനി വലമ്മാ ദഖലു, ഈ സഹോദരങ്ങൾ, ഈ മക്കൾ എന്ത് ചെയ്തു? വലമ്മാ ദഖലു, അവർ പ്രവേശിച്ചപ്പോ, മിൻ ഹൈസു അമറഹും അബൂഹും, അവരുടെ പിതാവ് എന്താണോ അവരോട് കൽപ്പിച്ചത്, എങ്ങനെയാണോ പ്രവേശിക്കാൻ കൽപ്പിച്ചത് എന്ന് പറഞ്ഞാല് വ്യത്യസ്ത വാതിലുകളിലൂടെ അവർ കടന്നു ചെന്നപ്പോ, മാക്കാന യുഗ്നി അൻഹും മിനല്ലാഹി മിൻ ഷൈ, അള്ളാഹുവിങ്കൽ നിന്ന്, അള്ളാഹുവിന്റെ പ്ലാനിൽ നിന്ന് അവരെ സുരക്ഷിതമാക്കുന്ന ഒരു സംഗതിയും അവിടെ സംഭവിച്ചില്ല. എന്ന് പറഞ്ഞാൽ യാക്കൂബ് നബി എന്താണോ പറഞ്ഞത് അത് അള്ളാഹു റിപ്പീറ്റ് ചെയ്യാണ്. ആ സ്റ്റേറ്റ്മെന്റ് അള്ളാഹു റിപ്പീറ്റ് ചെയ്യാണ്. അതായത് ഇവര് എല്ലാ നടപടിയും എടുത്തു. എന്താണ് നടപടി എടുത്തത്? യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അവരോട് പറഞ്ഞതുപോലെ വ്യത്യസ്ത വാതിലുകളിലൂടെ അവർ പ്രവേശിച്ചപ്പോ അവർക്ക് അള്ളാഹുവിങ്കൽ നിന്ന് ആ ഒരു പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടില്ല. എങ്ങനെ? ഇല്ലാ ഹാജത്തം ഫി നഫ്സി യഅഖൂബ ഖലാഹ. ശ്രദ്ധിക്കേണ്ട വാചകം അത്. യഅഖൂബ് നബി അലൈഹി ഇസ്ലാമയ്ക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു നീഡ്, ഒരാവശ്യം, ആ ഒരു ആവശ്യമാണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് എന്നുള്ളതാണ്. അതായത് എന്താണ് ആവശ്യം? നമുക്കെല്ലാവർക്കും അതായത് നമുക്ക് ഒരു നമ്മുടെ മക്കളെ കുറിച്ച് പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ നോക്കൊരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മുടെ മക്കള് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുന്നത്, ചെറിയ മക്കളാവുമ്പോൾ അവർക്ക് നമ്മളെ കൂടുതലായിട്ട് വിശ്വാസം ഉണ്ടാവും, നമ്മളുടെ കൺമുന്നിലാണ് അവരുള്ളത്. പക്ഷെ അവർ വലുതായിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ അവർക്ക് കുറെ ഉപദേശം കൊടുക്കും, അല്ലെ? കോളേജിൽ പോകുമ്പോൾ അങ്ങോട്ട് ഇന്ന ആളുകളായിട്ട് കൂട്ടുകൂടരുത്, രാത്രിയിൽ ഒരുപാട് ലേറ്റ് ആയിട്ട് ഉറങ്ങാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ നമുക്കറിയാം അവര് നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ സാധിക്കും, അല്ലെ? അങ്ങനെ സാധിക്കുമെങ്കിൽ കൂടി നമ്മൾ ആ ഉപദേശം അവർക്ക് കൊടുത്തിരിക്കും. പ്രത്യേകിച്ച് ഉമ്മമാര്, അല്ലെ? മാതാക്കള് മക്കൾ എത്ര വലുതായാലും ഇപ്പൊ നമ്മളൊക്കെ ഇത്ര പ്രായമായല്ലോ, പക്ഷെ നമ്മുടെ ഉമ്മമാര് ഇപ്പോഴും നമുക്ക് ഉപദേശങ്ങൾ തരും. മോനെ സൂക്ഷിക്കണം, മോനെ ഡ്രൈവ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, മോനെ അങ്ങോട്ട് പോകുമ്പോൾ. ഇതെന്തുകൊണ്ടാ? അതൊരു ഒരു ഹാജത്താണ് അവരുടെ മനസ്സിലുള്ള അതാണ് ഈ പറയുന്ന എല്ലാ ഹാജത്തം ഫി നഫ്സി യഅഖൂബ ഖലാ. യഅഖൂബ് നബി അലൈഹി ഇസ്ലാം അവരോട് ഈ വ്യത്യസ്ത വാതിലുകളിലൂടെ കടക്കണം, ഒരു വാതിലൂടെ പോകരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിങ്കിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് സാധ്യമല്ല എന്ന് ആവർത്തിച്ച് അദ്ദേഹം പറയാനുള്ള കാരണം എന്താ? ഇല്ലാ ഹാജത്തം ഫി നഫ്സി യഅഖൂബ ഖലാഹ. യഅഖൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഫീൽ ചെയ്ത ഒരാവശ്യമാണത്. അതൊരു ഇമോഷണൽ നീഡാണത്. നമ്മുടെ മക്കളെ അവർ സുരക്ഷിതരായിരിക്കണം, ആ മക്കൾക്ക് യാതൊരു ആപത്തും സംഭവിക്കരുത് എന്നുള്ളതിന് നമ്മൾ നമ്മുടെ എല്ലാ എഫേർട്ടും എടുത്തു എന്ന് നമ്മൾ ഉറപ്പാക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്ര വലിയ കുട്ടികളായിട്ടും നമ്മൾ ആ മക്കളെ യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയക്കുമ്പോൾ, അല്ലെങ്കിൽ അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, മോനെ സൂക്ഷിക്കണം, മോളെ സൂക്ഷിക്കണം, ഇത്ര ഇന്ന ആളുകളായിട്ട് കൂട്ടുകൂടരുത്, നിന്റെ കാര്യങ്ങൾ നീ സംരക്ഷിക്കണം. അവര് ഫ്രീ ആയിട്ട് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളുകളാണ്, അവരെന്തും ചെയ്യും എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും പിന്നെയും നമ്മളത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? അതിന്റെ ഉദ്ദേശം നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഇമോഷണൽ നീഡാണത്. നമ്മുടെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കണം. അതിന് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശമാണെങ്കിൽ ഉപദേശം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണെങ്കിൽ പ്രാർത്ഥിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്തിരിക്കണം എന്ന ഒരു കൃത്യമായ സന്ദേശം. അതാണ് വാസ്തവത്തിൽ ഒരു പ്രവാചകനായിട്ട് പോലും യഅഖൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് വരെ ആ ഒരു അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ഒരു നീഡാണ് എന്നുള്ളതാണ്, ഒരു ഇമോഷണൽ നീഡാണ്. നമുക്ക് മനുഷ്യന്മാർക്ക് അത്തരം ഒരുപാട് അല്ലെ നീഡുകളുണ്ട്. നമുക്ക് വെറും ഫിസിക്കൽ നീഡ്, ഭക്ഷണം, ഉറക്കം, കുടുംബമായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹം, ഇത് മാത്രമല്ല. നമുക്ക് we have the need to be loved, we have the need to be connected, we need to protect our children. ഇതൊക്കെ മനുഷ്യന്റെ ഇമോഷണൽ നീഡാണ്. അതൊരു പ്രവാചകനായിട്ട് പോലും, ആ പ്രവാചകനായ യഅഖൂബ് നബി അലൈഹി സ്വലാമിക്ക് പോലും അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതൊരു നമ്മുടെ മനസ്സിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള അതിശക്തമായ ഒരു നീഡാണത്. ആ നീഡിന്റെ ബലത്തിലാണ് നമ്മൾ മക്കളോട് ഇങ്ങനെ പറയുന്നതിന്റെ ഒരു അടിസ്ഥാനപരമായ കാരണം. ഇത് പ്രവാചകന്മാർക്ക് വരെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അത് ആ ആവശ്യത്തെ അള്ളാഹു അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? മക്കൾ എത്ര വലുതായാലും ആ ഒരു ആവശ്യം ഉണ്ട്. അത് പ്രവാചകന്മാർക്ക് പോലും ഉണ്ട് എന്നതാണ് അടുത്ത വാചകത്തിൽ അള്ളാഹു കൃത്യമായി ആവർത്തിച്ച് പറയുന്നത്. എന്താ അള്ളാഹു പറയുന്നത്? വഇന്നഹു ലദൂ ഇൽമിൻ ലിമാ അല്ലംനാഹു.
ഇന്നഹു ലദു ഇൽമിൻ, ഈ യാക്കൂബ് അലൈഹിസ്സലാം നല്ല വിവരമുള്ള ആളായിരുന്നു എന്നാ പറയുന്നത്. ലിമ അല്ലംനാഹു, നാം പഠിപ്പിച്ചു കൊടുത്തതിനെ കുറിച്ച് നല്ല വിവരമുള്ള ആളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞതെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞ ഒരു പ്രവാചകനായിട്ട് പോലും ആ നീഡിനെ, മനുഷ്യന്റെ ആ ഒരു ഇമോഷണൽ നീഡിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉള്ള ആളായിരുന്നു യാക്കൂബ് നബി അലൈഹി സ്വലാം. എന്നിട്ട് പറയുന്നത് വലാക്കിൻ അക്സറന്നാസിലായാലും, പക്ഷെ അധിക ജനങ്ങളും ഇതറിയുന്നില്ല. അതും വളരെ പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഒരു നീഡ്, ഇമോഷണൽ നീഡ്, ഇങ്ങനത്തെ ഒരു സ്പിരിച്വൽ നീഡ്, ഇത് പിന്നെ എല്ലാ അർത്ഥത്തിലും പിന്നെ മനുഷ്യന്മാർക്കുള്ള ഒരു സംഗതിയാണ്. ഇപ്പൊ നഫ്സ് യാക്കൂബ്, ഈ യാക്കൂബ് നബി അലൈഹി സ്വലാമിയുടെ മനസ്സിൽ തോന്നിയ ഒരു നീഡായിട്ടാണ് പറയുന്നത്. ആ മനസ്സ് എന്ന് പറയുന്നത് ഇമോഷനുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. ഈ സൂറത്തിൽ മുഴുവൻ നഫ്സിനെ കുറിച്ച് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസ്സു, അല്ലെ, വമാ ഉബരിഉ നഫ്സി ഇന്നൻ നഫ്സല അമ്മാറത്തുൻ ബിസ്സു, ഞാൻ എൻ്റെ മനസ്സിനെ നിരപരാധിയാക്കുന്നില്ല, കാരണം മനസ്സ് ചീത്ത കൽപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ഈ ഹാജത്ത്, ഈ നീഡ് യാക്കൂബ് നബി അലൈഹി സ്വലാമയുടെ മനസ്സിൽ തോന്നിയ ഒരു പ്രധാനപ്പെട്ട നീഡാണ്, ഒരു ഇമോഷണൽ നീഡാണ്. പക്ഷെ അധിക ജനങ്ങളും ഇത് അറിയുന്നില്ല. അധിക ജനങ്ങളും ഇത്തരം ഇമോഷണൽ നീഡിനെ കുറിച്ച്, അള്ളാഹുവിൽ ഈ ഒരു വിശ്വാസം, ഈ ട്രസ്റ്റ് അള്ളാഹുവിൽ പ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ച് അധികം ആളുകൾക്കും അറിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഞാൻ ആയത്തുൽ കുർസി ഓതിയല്ലോ, ഞാൻ മുഅവ്വിദത്തൈനി ഓതിയല്ലോ, എന്നിട്ടൊക്കെയാണല്ലോ ഞാൻ വണ്ടി എടുത്തത്, എന്നിട്ടാണല്ലോ ഞാൻ പുറത്തു പോയത്, പക്ഷെ പിന്നെയും എനിക്ക് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നത് ഇത്തരം ഇമോഷണൽ അവസ്ഥയെക്കുറിച്ച് ആളുകൾക്ക് അറിവില്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹുവിന് അവൻ്റെതായ ഒരു പ്ലാൻ ഉണ്ടാകും. ആ പ്ലാൻ ഒരു പക്ഷെ നമ്മളുടെ പ്ലാനുമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന സംഗതികളുമായിട്ട് യോജിച്ചു വന്നുകൊള്ളണം എന്നില്ല. മിക്കവാറും അത് യോജിച്ചു വരും. നമ്മൾ ഭൗതികമായ മെഷേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ, മനസ്സിലാവും, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് യോജിച്ചു വരും. ഇത് പക്ഷെ എല്ലായ്പ്പോഴും യോജിച്ചു വന്നുള്ളത്. ഇപ്പൊ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിയുടെ വിഷയത്തിൽ ഞാൻ നേരത്തെ ഒന്നും കൂടി പറഞ്ഞു, അത് ഇത്രയൊക്കെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് എടുത്തിട്ടും സ്റ്റിൽ ഹി ലോസ്റ്റ് ബിന്യാമീൻ. അപ്പോ അള്ളാഹുവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഒരു പാർട്ടാണ് ഈ ഒരു വിശ്വാസം എന്ന് പറയുന്നത്. ഈ തവക്കുൽ എന്ന് പറയുന്നത് നമ്മൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ഒരു പാർട്ടാണ്. ആ തവക്കുൽ നമ്മൾ ചെയ്തു എന്നതിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ റിസൾട്ട് അള്ളാഹു നൽകിക്കൊള്ളണം എന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നോക്കൂ, ഇതിനെ നമ്മൾ മൂസാ നബിയുടെ സ്റ്റോറിയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇപ്പൊ ഇവിടെ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഈ വ്യത്യസ്ത വാതിലൂടെ പോകാൻ പറഞ്ഞു, നിങ്ങൾക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ എന്ന് പറഞ്ഞു, അല്ലെ. പക്ഷെ ഈ ബിന്യാമീൻ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പക്ഷെ മൂസ അലൈഹി ഇസ്ലാമയുടെ ഉമ്മ അദ്ദേഹത്തെ ഒരു പെട്ടിയിൽ ഒഴുക്കിക്കളഞ്ഞപ്പോ, നൈൽ നദിയിൽ ഒഴുക്കിക്കളഞ്ഞപ്പോ മൂസായുടെ സഹോദരിയോട് പറഞ്ഞു, അല്ലെ. എന്താ പറഞ്ഞത്? സഹോദരിയോട് എന്താ പറഞ്ഞ? ഈ പെട്ടിയില് മൂസാ നബി ഒഴുക്കിയിട്ട് എന്താ പറഞ്ഞ? നിങ്ങൾ ഉണ്ടോന്നു പിന്തുടരാൻ പറഞ്ഞു. അതിനെ പിന്തുടരാൻ പറഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ചത്? പിന്തുടർന്നപ്പോ കണ്ടു, ഈ കുട്ടി കണ്ടു, കൊട്ടാരത്തിൽ ഈ ബോക്സ് ചെന്നെത്തുന്നത് കണ്ടു. അങ്ങനെ ആ കൊട്ടാരത്തിന്റെ സൈഡിൽ കാത്തു നിന്നിട്ട് മൂസാ അലൈഹി പാല് കുടിക്കാൻ വിസമ്മതിച്ചപ്പോ, പാല് കുടിക്കാൻ പറ്റുന്ന ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഉമ്മാടെ അടുത്തെത്തി. ഉമ്മാടെ അടുത്ത് നിന്ന് വളർന്നു, കൊട്ടാരത്തിൽ തന്നെ വളർന്നു, പക്ഷെ പാല് കൊടുക്കാൻ ഉമ്മാടെ അടുത്തെത്തി. അങ്ങനെ ആ ചരിത്രം മുഴുവൻ, ഈജിപ്തിന്റെ ചരിത്രം മുഴുവൻ മാറ്റിമറിച്ച ഒറ്റ സംഭവമാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ഉമ്മാക്ക് തോന്നിയത്, അല്ലെ. അപ്പോ ഈ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ ഉമ്മ അദ്ദേഹത്തിന്റെ സഹോദരിയോട് പറഞ്ഞ അതേ സംഗതി വേറൊരു രൂപത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം തന്റെ മക്കളോട് പറയാണ്. പക്ഷെ ആ പറഞ്ഞത് യാഥാർത്ഥ്യമല്ല, ഈ പറഞ്ഞത് യാഥാർത്ഥ്യമായി. അപ്പോ അതിന്റെ അർത്ഥം, ചിലപ്പോ നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന വിപത്ത് അള്ളാഹുവിന്റെ ഒരു പ്ലാനിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉന്നതിയിലേക്ക് നയിച്ചേക്കാം. ചിലപ്പോ നമ്മുടെ ആ പ്ലാൻ കംപ്ലീറ്റ്ലി റോങ് ആയി പോയേക്കാം. അത് നമ്മുടെ നാശത്തിനും നമുക്ക് ഈ ദുനിയാവിലുള്ള പല കഷ്ടപ്പാടുകൾക്കൊക്കെ കാരണമായേക്കാം. പക്ഷെ അന്തിമമായിട്ട് അതല്ല നമ്മുടെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അങ്ങനത്തെ ഒരു വലിയ പ്രൊഫൗണ്ട് ലെസൺ അതിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുക, ബാക്കി അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. അതാണ് വാസ്തവത്തിൽ ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ നീഡാണ്
എന്ന് വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ നോക്കൂ, നമുക്ക് പലതരത്തിലുള്ള ഫിസിക്കൽ നീഡ്സ് ഉണ്ട്. ഭക്ഷണം, അതുപോലെ തന്നെ ഭൗതികമായ സുഖാഡംബരങ്ങൾ, ഇതൊക്കെ ഫിസിക്കൽ നീഡാണ്. അതുപോലെ സ്പിരിച്വൽ നീഡ് ഉണ്ട് നമുക്ക്. സ്പിരിച്വൽ നീഡ് എന്താ? അള്ളാഹുമായിട്ട് കണക്ട് ചെയ്യണം, അല്ല, ഒരു ഹയർ അതോറിറ്റി കണക്ട് ചെയ്യണം. പിന്നെ ഇമോഷണൽ നീഡ് ഉണ്ട്. ഇമോഷണൽ നീഡ് എന്ന് പറയുമ്പോൾ ടു ബി സേഫ്, നമ്മൾ സുരക്ഷിതരായിരിക്കണം. ടു ബി ലൗഡ്, നമ്മൾ സ്നേഹിക്കപ്പെടണം. ടു ബി അക്സെപ്റ്റഡ്, നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കൊരു അക്സെപ്റ്റൻസ് കിട്ടണം. ടു ബി അണ്ടർസ്റ്റുഡ്, നമ്മൾ മനസ്സിലാക്കപ്പെടണം. ഇതൊക്കെ ഒരു ഇമോഷണൽ നീഡാണ്. ഇനി ഇന്റലക്ച്വൽ നീഡ് ഉണ്ട്. അതെന്താ? നമുക്ക് ഒരുപാട് പുസ്തകം എഴുതണം, ഒരു ഉദാഹരണം പറയാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടണം, ഭൗതികമായി വിജയിക്കണം, ബിസിനസ്സിൽ വിജയിക്കണം, ഇങ്ങനെയുള്ള. പക്ഷെ ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഒരു സംഗതി സംഭവിക്കുമ്പോൾ അതിന്റെ സോഴ്സിനെ നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ, നമുക്ക് സംഭവിക്കുന്ന ഒരു സ്പിരിച്വൽ പ്രശ്നത്തെ നമ്മൾ ഒരു ഭൗതിക പ്രശ്നവുമായിട്ട് കൂട്ടിക്കുഴച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുപറ്റും. ഒരു എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന്, ഒരാൾക്ക് നല്ല വിശപ്പുണ്ട്. ഒരാൾക്ക് ആ വിശപ്പ് എന്നുള്ളത് എന്ത് നീഡാണ്? ഫിസിക്കലാണോ, ഇമോഷണൽ ആണോ, സ്പിരിച്വൽ ആണോ? ഫിസിക്കലാണ് അല്ലെ? ഫിസിക്കലാണ്. വിശപ്പുണ്ട്. പക്ഷെ വിശന്നാൽ പലപ്പോഴും സംഭവിക്കാത്ത നിസ്കാരത്തിൽ കോൺസെൻട്രേഷൻ കിട്ടൂല. അപ്പൊ അതെന്ത് പ്രോബ്ലം ആയിട്ട് മാറി? സ്പിരിച്വൽ പ്രോബ്ലം ആയിട്ട് മാറി അല്ലെ? വിശന്നു കഴിഞ്ഞാൽ ചിലപ്പോ മാതാപിതാക്കളോടോ അല്ലെങ്കിൽ സഹോദരിമാരോടൊക്കെ മോശമായിട്ട് നമ്മൾ പെരുമാറിയേക്കും. അതെന്താണ്? ഇമോഷണൽ പ്രശ്നമായിട്ട് മാറി. പക്ഷെ അയാൾക്ക് വേണ്ട എന്താ? നിസ്കാരത്തിൽ അയാൾക്ക് ശ്രദ്ധ കിട്ടുന്നതിനെ കുറിച്ച് വലിയ ക്ലാസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ? അയാളുടെ പ്രോബ്ലം എന്താ? വിശപ്പ്. ഫിസിക്കലാണ്. വിശപ്പാണ്, ഫിസിക്കലാണ്. അയാൾക്ക് വേണ്ട ട്രീറ്റ്മെന്റ് എന്താ? ഫുഡ് കഴിക്കാന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കാന്നുള്ള. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ വിശപ്പ് മാറുമ്പോൾ നിസ്കാരത്തിൽ അയാൾക്ക് കോൺസെൻട്രേഷൻ കിട്ടും. ഇമോഷണലായിട്ട് അയാൾ പെരുമാറിയ മോശമായ പെരുമാറ്റമൊക്കെ മാറും. ഇന്റലക്ച്വൽ ആയിട്ട് അയാൾക്ക് ജോലി ചെയ്യാനുള്ള കോൺസെൻട്രേഷൻ കിട്ടും, ഒക്കെ കിട്ടും. ഒരു പ്രശ്നം, നമ്മളെല്ലാ പ്രശ്നത്തെയും സ്പിരിച്വലായി കാണുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉണ്ട്, ഉത്കണ്ഠ ഉണ്ട്. അയാൾ പോയിട്ട് നമ്മുടെ ഒരു ഇമാമിനോട് പറയുന്നു, ഞാൻ വല്ലാതെ മാനസികമായി തകർന്നിരിക്കുകയാണ്, എന്താ വേണ്ടത്? ഇമാം പറയുന്നു, ഈ സൂറത്ത് ഓതിയാൽ മതി. 30 പ്രാവശ്യം ഈ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ അവസാന ആയത്തുൽ കുർസിയും കൂടെ ഓതിയാൽ നിങ്ങളുടെ പ്രശ്നം മാറും. പ്രശ്നം മാറുമോ? കാരണം അയാളുടെ പ്രശ്നം എന്താ? അയാളുടെ പ്രശ്നം ഇമോഷണലാണ്, ഡിപ്രഷനാണ്. ആ ഡിപ്രഷനെ, അയാളുടെ ആ ഇമോഷനെ നമ്മൾ മനസ്സിലാക്കി എടുത്തിട്ട് ഡിപ്രഷനെ ട്രീറ്റ് ചെയ്യാനുള്ള സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ്, കൗൺസിലിങ്, അല്ലെങ്കിൽ അത് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ സ്പിരിച്വൽ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും. ഇവിടെയാണ് പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത്. ഈ ഒരു ക്ലിയർ ഡിസ്റ്റിങ്ഷൻ ഖുർആൻ വാസ്തവത്തിൽ ഈ ക്ലിയർ ഡിസ്റ്റിങ്ഷൻ വരുത്തുന്നുണ്ട്. ഏത് പ്രശ്നത്തിലും, എല്ലാ പ്രശ്നങ്ങളെയും ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ആയിട്ട് ഖുർആൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു ഹലാല് ഹറാമുകൾ എല്ലാത്തിലും നിശ്ചയിച്ചല്ലോ. ബിസിനസ്സിൽ ഹലാല് ഹറാമുണ്ട്, ബന്ധങ്ങളിൽ ഹലാല് ഹറാമുണ്ട്, അതുപോലെ ഇടപാടുകളിൽ ഹലാല് ഹറാമുണ്ട്, മനുഷ്യരെ പരിഹസിക്കുന്നതിൽ, സാമൂഹികമായ ബന്ധങ്ങൾ, അങ്ങനെ തുടങ്ങി. കാരണം എന്താ? എല്ലാ നീഡ്സും, ഫിസിക്കൽ നീഡ്സ്, സ്പിരിച്വൽ നീഡ്സ്, ഇമോഷണൽ നീഡ്സ്, ഇതെല്ലാം കൃത്യമായി ഖുർആൻ മനസ്സിലാക്കി. ഒരു ഭാഗത്ത് നമ്മൾ പക്ഷെ സ്പിരിച്വലി നമ്മൾ ഒരു പക്ഷെ ഹൈ ആയിരിക്കും, പക്ഷെ ചില സ്ഥലത്ത് നമ്മൾ ഭൗതികമായിട്ട് വളരെ മോശപ്പെട്ട അവസ്ഥയിലൊക്കെ വരാം. രണ്ടവസ്ഥയിലും വരാം. ഒരു എക്സാമ്പിൾ നോക്കൂ. മറിയമിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞെന്താ? ഇസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ, മുഴുവൻ സ്ത്രീകളെക്കാളും അള്ളാഹു ഏറ്റവും ഉന്നതിയിൽ വെച്ച സ്ത്രീയാണ് മറിയം, അല്ലെ? മറിയമിന് എന്താണ് അള്ളാഹു കൊടുത്തത്? ഭക്ഷണം കൊടുത്തു. എങ്ങനെ ഭക്ഷണം കൊടുത്തു? മറ്റാർക്കും കിട്ടാത്ത ഭക്ഷണം. അവര് മെഹ്റാബിൽ പോകുമ്പോൾ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്പിരിച്വലി അള്ളാഹുമായിട്ട് ഏറ്റവും കണക്ട് ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ് മറിയം. പക്ഷെ ആ മറിയമിന് ഒരു ഇമോഷണൽ പ്രോബ്ലം ഉണ്ടായി. അതെന്താ ഇമോഷണൽ പ്രോബ്ലം? അള്ളാഹു അവർക്കൊരു ഒരു മകനെ കൊടുത്തു. എങ്ങനെ? ഔട്ട് ഓഫ് വെഡ്ലോക്ക്, വിവാഹബന്ധത്തിലൂടെ അല്ലാതെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു കഴിവ് ഉപയോഗിച്ചിട്ട് ഒരു മകനെ കൊടുത്തു. ആ മകനെ ഗർഭം ധരിച്ചപ്പോ അവരെന്താ പറഞ്ഞത്? പറയൂ. യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയ, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ, വകുന്തു നസിയം മൻസിയ, ഞാൻ പൂർണ്ണമായിട്ടും മറക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ. ആരാ പറയുന്നത്? വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ, മലക്കുകൾ വന്നിട്ട് ലോകത്തിലെ എല്ലാ സ്ത്രീകളെക്കാളും അള്ളാഹു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സ്ത്രീ
അവർക്കൊരു ഇമോഷണൽ പ്രശ്നം. എൻ്റെ സമൂഹത്തെ ഞാൻ എങ്ങനെ ഒരു വിവാഹ ബന്ധത്തിലൂടെ അല്ലാതെ ഒരു കുട്ടിയുമായിട്ട് ഞാൻ അവരുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവരെന്നോട് എങ്ങനെ പ്രതികരിക്കും എന്ന പ്രശ്നത്തെ അവർക്ക് അഭിമുഖീകരിക്കാൻ സാധിച്ചില്ല. അവർ പറഞ്ഞു, ഞാൻ ഇല്ലാതായി പോയിരുന്നെങ്കിൽ. വല്ലാത്ത പ്രയോഗമാണ് നടത്തിയതല്ല. യാ ലൈതനി മിത്തു ഖബ്ല ഹാദ, ഈ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ. കുൻതു നസിയ മൻസിയ, പൂർണ്ണമായിട്ടും ഞാൻ മറക്കപ്പെട്ടു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, സ്പിരിച്വലി നമ്മൾ ഒരു പക്ഷെ ഹൈ ആവും, ഫിസിക്കലി നമ്മൾ ഹൈ ആവും, പക്ഷെ ചിലപ്പോൾ ഇമോഷണലി നമ്മൾ ലോ ആകും. അപ്പൊ നമ്മുടെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ പ്രശ്നത്തിനനുസരിച്ചിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ ജീവിതത്തിൽ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായിട്ടും അള്ളാഹുവിനെ അനുസരിക്കുന്ന, അള്ളാഹുവിനെ തവക്കുലാക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ പറ്റുള്ളൂ. എവിടെയാണ് നമ്മുടെ പ്രശ്നം നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിക്ക് ഇവിടെ ഉണ്ടായത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ വ്യത്യസ്ത വാതിലൂടെ കടക്കണോട്ടോ മക്കളെ. പക്ഷെ എന്നിട്ട് അദ്ദേഹം ഗ്യാരണ്ടി പറഞ്ഞു. ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു ആ ഒരൊറ്റ കാര്യത്തിന്റെ പുറത്ത് നിങ്ങളെയൊക്കെ സംരക്ഷിച്ച് കളയും അള്ളാഹു എന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. അന്തിമമായിട്ട് അള്ളാഹിന്റെ പ്ലാനിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായി. അപ്പൊ അത്രയും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ലെസൺസ് ഈ ഒരൊറ്റ ഭാഗത്ത് അള്ളാഹു നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ സമയം ഒരുപാട് വൈകിട്ടുണ്ട്. എന്നാലും കുറച്ച് സംശയങ്ങൾ അത്യാവശ്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അന്തിമമായിട്ട് അള്ളാഹുമായിട്ട് വലിയ ഒരു ഹൈ സ്പിരിച്വൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാം. പക്ഷെ സ്റ്റിൽ വി ക്യാൻ ഹാവ് ലോട്ട് ഓഫ് ഫിസിക്കൽ പ്രോബ്ലംസ്, ഇമോഷണൽ പ്രോബ്ലംസ്. ഇതിന്റെ ഒരു ടേക്ക് അവേ ആയിട്ട്, ഒരു അന്തിമമായിട്ടുള്ള ഒരു ലെസൺ ആയിട്ട് നമുക്ക് എടുത്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽ ജമഅന ഹാദാ ജമഅൻ മർഹൂമ വജ്അൽ തഫറഖന മിൻ ബഅദിഹി തഫറഖൻ മഅസൂമ. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. سبحان ربك رب العزة عما يصفون. سلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. ഒരു സംശയം ചോദിച്ചോ. ഈ സെലക്ഷനിൽ ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ നമ്മുടേതായിക്കോട്ടെ, നമ്മുടെ മിസ്റ്റേക്ക് സെലക്ഷനിൽ വന്നൂടെ? മിസ്റ്റേക്ക് വരാം. നമ്മുടെ ജഡ്ജ്മെന്റിൽ തെറ്റ് സംഭവിക്കാം. നമ്മുടെ ജഡ്ജ്മെന്റിൽ വരുന്ന പാളിച്ചകൾ ഒരു പക്ഷെ നമ്മളുടെ നാശനഷ്ടങ്ങൾക്കൊക്കെ കാരണമായേക്കാം. പക്ഷെ എന്നാലും അള്ളാഹുവിന്റെ വിധിയെ അന്തിമമായി കരുതുക. അത് നമ്മുടെ അടുത്ത് സംഭവിച്ച തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ തെറ്റിന് പശ്ചാത്തപിക്കുക. അതിന് പ്രായശ്ചിത്തം പലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. തിരുത്തേണ്ടടുത്ത് തിരുത്താം. അങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ. അതൊക്കെ തിരുത്തി മുന്നോട്ട് പോവുക. എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത് ശരിയായിക്കൊള്ളണമെന്നില്ല. തെറ്റുകൾ സംഭവിക്കും. ജഡ്ജ്മെന്റിൽ നമുക്ക് തെറ്റ് സംഭവിക്കും. അപ്പൊ ആ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ്, എന്നിട്ട് അള്ളാഹുവിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു മനസ്സ്, അതാണ് വാസ്തവത്തിൽ നമ്മളെ ഈ ദീനില് അള്ളാഹിന്റെ മാർഗത്തിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ഓക്കെ. ഫിസിക്കൽ കാര്യങ്ങൾ നമ്മുടെ മിസ്റ്റേക്ക് പറ്റി നമ്മൾ തവക്കൽ ചെയ്തിട്ടും നമ്മുടെ ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു നമുക്ക് ആശങ്ക വന്നൂടെ എന്ന് ഞാൻ ചോദിച്ചത്. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ. നമ്മുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈഫില് നമ്മൾ തവക്കൽ ചെയ്തിട്ട് നമ്മുടെ മിസ്റ്റേക്ക്, നമ്മുടെ സെലക്ഷൻ കാരണം വന്നതല്ലേന്ന് നമുക്ക് ഡൗട്ട് തോന്നുകൂടെ? നമുക്ക് ക്ലാരിറ്റി അല്ല, അത് ഉണ്ടാവാലോ സ്വാഭാവികമായിട്ട്. അതായത് തവക്കുലിന്റെ കുറവാണോ, അതല്ല നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകളുടെ പിഴവാണോ അന്തിമമായ കാരണം എന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് തവക്കുലിന്റെ കുറവാണെങ്കിൽ അള്ളാഹിനോട് നമുക്ക് നേരിട്ട് പശ്ചാത്തപിച്ചാൽ തന്നെ മാറാവുന്നുള്ളൂ. അതായത് നമുക്ക് യഥാർത്ഥത്തിൽ തവക്കുൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകളുടെ പ്രശ്നങ്ങളാണെങ്കിൽ ആ സ്റ്റെപ്പുകളെ നമ്മൾ തിരുത്താൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് അതിന് പരിഹാരം. ഏത് രൂപത്തിലും ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഈ കേസിൽ നോക്കൂ, ഈ എക്സാമ്പിളിൽ നോക്കൂ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാം ഇത്രയും മക്കളെ ഉപദേശിച്ചിട്ടും അവരെ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടും സ്റ്റിൽ ഹി ലോസ്റ്റ് ബിന്യാമിൻ. തവക്കുലിന്റെ കുറവില്ല, ഭൗതികമായ മെഷേഴ്സിന്റെ കുറവില്ല, ഒന്നുമില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ബിന്യാമിനെ നഷ്ടമായില്ലേ? പക്ഷെ എന്ത് സംഭവിച്ചു? ആ നഷ്ടമായത് പിന്നീട് അദ്ദേഹത്തിന് ഗുണമായി ഭവിച്ചു.
ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പുകൾ അത് പോരായ്മ കൊണ്ട് തെറ്റ് സംഭവിക്കാം, അതിന്റെ ഫലപ്രാപ്തി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ വേണ്ടത്ര ഉദ്ദേശിച്ച ഒരു ഫലം നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല, ഒക്കെ സംഭവിക്കാം. പക്ഷെ അന്തിമമായി അള്ളാഹുവിന്റെ വിധിയെ സംതൃപ്തിയോടുകൂടി അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഡിസിഷനിൽ വരുമ്പോ ഷൂറ പറയുന്നുണ്ടല്ലോ, ഷൂറ കൂടിയിട്ട് ഡിസിഷൻ എടുക്കുമ്പോ ഫതവക്കൽ അലല്ലാഹ്. അതെ അതെ, അന്തിമമായിട്ട് അത് അള്ളാഹുൽ ഉറപ്പിക്കുക. നമ്മൾ അതിനെയാണ് ഈ ശരിക്കും തവക്കുൽ എന്ന് പറയുക. അതായത് നമ്മൾ എടുക്കേണ്ട എല്ലാ സ്റ്റെപ്പും ഭൗതികമായിട്ട് ശരിയെന്ന് നമുക്ക് തോന്നുന്ന, ഇഫക്റ്റീവ് എന്ന് തോന്നുന്ന എല്ലാ സ്റ്റെപ്പും നമ്മൾ എടുത്തിട്ട് പിന്നെ അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. എന്ത് സംഭവിച്ചാലും അത് ചിലപ്പോൾ ഒരു പക്ഷേ ഭൗതികമായിട്ട് നമുക്ക് ഗുണകരമാകാം, ചിലപ്പോൾ ഭൗതികമായിട്ട് ദോഷമാകാം. പക്ഷെ നമ്മൾ ആ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, തവക്കുൽ ഉണ്ടെങ്കിൽ, അന്തിമമായിട്ട് നമുക്ക് എന്താവും, പരലോകത്ത് അത് ഗുണമായിട്ട് ഭവിക്കും. ഭൗതികമായ ഇഹലോകത്ത് ഒരു പക്ഷേ പ്രവാചകന്മാർ കൊല്ലപ്പെട്ടിട്ടില്ലേ? പ്രവാചകന്മാർ കൊല്ലപ്പെട്ടു, അള്ളാന്റെ പ്രവാചകന്മാര്. അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടാണോ? തവക്കുലില്ലാഞ്ഞിട്ടാണോ? ഒന്നുമല്ല. അപ്പൊ ഭൗതികമായി സംഭവിക്കുന്ന നഷ്ടങ്ങളെ ഒരിക്കലും നമ്മുടെ തവക്കുലിന്റെ കുറവായിട്ടോ അല്ലെങ്കിൽ അള്ളാഹുല് നമ്മളോട് സ്നേഹമില്ലാത്തതിന്റെ കാര്യമായിട്ടോ ഒന്നും കണക്കാക്കരുത്. അതെല്ലാം അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന യുക്തിയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു ചെയ്യുന്നതാണ്. നമുക്ക് വരുന്ന നാശനഷ്ടങ്ങള്, ഭൗതിക നഷ്ടങ്ങള്, രോഗം, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണം, ഇതൊന്നും ഒരിക്കലും ഏതെങ്കിലും അർത്ഥത്തിൽ അള്ളാഹുവിന് നമ്മളോട് ദേഷ്യമുള്ളതുകൊണ്ട് ചെയ്യുന്നതല്ല, മറിച്ച് അതാണ് ജീവിതം. ഇഹലോകം എന്ന് പറയുന്നത് അങ്ങനത്തെ പരീക്ഷണങ്ങളുടെ ഒരു ലോകമാണ്. നമ്മളെ പക്വതപ്പെടുത്തി കൊണ്ടുവരുന്നായിരിക്കും അല്ലെ, നമ്മളെ പാകപ്പെടുത്തി നമ്മളെ ജീവിതത്തിലൂടെ. അത് വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞിട്ടുള്ള സംഗതിയാണല്ലോ. ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഉണ്ടാകും, പക്ഷെ അതിന് ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം. അതാണ് അള്ളാഹു പരീക്ഷിക്കുന്നത്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.